കൃഷ്ണേട്ടൻ, ഞാനിപ്പോ ഇതിനകത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, കൃഷ്ണേട്ടനെ ഏകദേശം ഒരു 2 വർഷം മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ സ്വന്തം ദേവതയെ കണ്ടെത്തുന്നതിനെ കുറിച്ച്. കൃഷ്ണേട്ടൻ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾ ജനിച്ചത് എവിടാണോ ആ സ്ഥലത്ത്, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും അന്നം സ്വീകരിച്ച സ്ഥലം, അല്ല ആ കുട്ടിയെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയത്ത് അന്നം സ്വീകരിച്ച സ്ഥലത്ത് ആ ദേശത്തിലെ ദേവതയാണ് അവരുടെ ദേവത എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കാത്ത എന്റെ ഒരു ദേവതയായിട്ട് വരുന്ന ഈ ഡൽഹിയിലുള്ള കാൽക്കാജി ക്ഷേത്രത്തിലെ ദേവതയാണ്, ആ ഭഗവതിയാണ്. അവിടെ കാളി സ്വരൂപത്തിലാണ് ആരാധന ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഭദ്രകാളി ദേവിയുടെ ഒരു ധ്യാന ശ്ലോകം ഇത് വായിച്ചായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? അപ്പൊ അതില് ഈ ഓം കാളി മേഘസമപ്രഭാം ത്രിണയനാം വേതാള ഖണ്ഡസ്ഥിതാം അന്ന് തുടങ്ങുന്ന ശ്ലോകം മനസ്സിലായി? ഓം കാളി മേഘസമപ്രഭാം ത്രിണയനാം വേതാള ഖണ്ഡസ്ഥിതാം ഖഡ്ഗം കേടകപാലതാരകശരിതം അല്ലേ? അതെ, അത് തന്നെ, അത് തന്നെ. അതിന്റെ അർത്ഥനിർദ്ധാരണമാണ് രവി ഉദ്ദേശിക്കുന്നത്. അർത്ഥനിർദ്ധാരണവും പിന്നെ ഒരു ആദ്യം തന്നെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം നമ്മളിപ്പം മഹാവിഷ്ണുവിന്റെ ഒരു സങ്കല്പം വരാൻ നേരത്ത് അതില് മേഘവർണ്ണം എന്നാണ് വരുന്നത്. ഇവിടെ മേഘസമപ്രഭാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു മെയിൻ ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നു അത് തമ്മിൽ. ഇപ്പൊ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം, ഗണപതിയുടെ ധ്യാന ശ്ലോകം അതില് ശശിവർണം എന്ന് പറയുന്നു, ഇവിടെ മേഘസമപ്രഭാം എന്നാണ് പറയുന്നത്. ശശിവർണം പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഒരു അറിവ് വെച്ചിട്ട് ചന്ദ്രന് ഒരു ഷൈനിങ് ഉണ്ട്, ചന്ദ്രന് ഒരു കളർ അല്ലെ ആ ഷൈനിങ് അതുണ്ടെന്ന് പറയാം. ഈ മേഘസമപ്രഭാം എന്ന് പറയുന്നത് മേഘത്തിന്റെ പ്രഭ, അങ്ങനെ അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യത്യാസമാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ണൻ്റെ അടുത്താണെങ്കിലും ബാക്കിയുള്ളവരടുത്താണെങ്കിലും ഞാൻ പറയുന്ന ഒരു സാധനമാണ്, സാമാന്യ രീതിയിൽ ധ്യാനങ്ങൾ സാമാന്യ രീതിയിൽ വിശദീകരിക്കാൻ പാടില്ല എന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു മന്ത്രപുരസ്സരണം ചെയ്യുമ്പോൾ ഓരോ വ്യക്തികൾക്കും, ഇപ്പോൾ കുറച്ചു മുമ്പ് രവി പറഞ്ഞ മാതിരി, ഓരോ വ്യക്തികളും ഏതെങ്കിലും ഒരു ദേവതയുമായി ബന്ധപ്പെട്ടതായിരിക്കും, ആണല്ലോ? അപ്പോൾ അതോട് ബന്ധപ്പെട്ട് അവർക്ക് ഗുണകരമായിരിക്കുന്ന ഏത് ദേവതയാണെന്ന് ചിന്തിച്ചിട്ടാണ് ഗുരുനാഥന്മാർ ആ ദേവതയെ നിശ്ചയിക്കുന്നത്. അതായത് അവരുടെ പ്രാണനിലേക്ക് ഏത് കൊടുത്താലാണ് ഗുണകരമാവുക, അവരുടെ അവസ്ഥ ഏതാണ്, അവരുടെ പരമ്പരകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ പല വിഷയങ്ങൾ, അവരുടെ കർമ്മമേഖല ഏതായിരിക്കും, അതിനനുഗുണമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഏത് ദേവതയുടെ യുക്തിപൂർവ്വമുള്ള മന്ത്രമാണോ ആ മന്ത്രത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ധ്യാനത്തെ അങ്ങോട്ട് യോജിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മന്ത്രവും മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിപ്പിച്ച്, ഇപ്പോൾ ക്ലീൻ നമ്മളിപ്പോൾ ക്ലീന്നോ ഇപ്പോൾ ഈകാരം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ആ ദേവത എന്ന് പറയുന്നത് സ്ഥിതിയിലെ സൃഷ്ടി സ്വരൂപിണിയാണ്. അപ്പോൾ ഏത് ദേവതയെ കൊടുത്താലാണോ ആ വ്യക്തിക്ക് ഗുണകരമാകുന്നത് അതിനനുയോജ്യമായ മന്ത്രാക്ഷരങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മന്ത്രപുരസ്സരണത്തിൽ മന്ത്രം എടുക്കുന്നത്. അതിനനുകൂലമായ ധ്യാനവും ഈ മന്ത്രം എങ്ങനെയാണ് ധ്യാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആ ദേവത നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് സാമാന്യ രീതിയിൽ ഉപദേശം കൊടുക്കുക. ഇപ്പോൾ കാളിയെ നമ്മൾ ഹൃദയവൃത്തിയായിട്ട് എടുത്ത് നോക്കി, വ്യത്യസ്ത പന്ഥാവുകളുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ കാളിയെ ഹൃദയത്തിലേക്കാണ് യോജിപ്പിച്ചിരിക്കുന്നത് വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് ഓരോ സ്ഥലത്ത് ഏത് ദേവത ഏത് ഭാഗത്ത് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ധ്യാനത്തെ, അതിൻ്റെ കർമ്മഭാഗത്തെ യോജിപ്പിക്കും. ഇപ്പോൾ ഞാൻ ധ്യാനം നേരെ തന്നെ വിശദീകരിക്കുന്നില്ല, അതിൻ്റെ യുക്തി പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പോരെ? ഇപ്പൊ നോക്കൂ, കൃഷ്ണന്റെ പറഞ്ഞപ്പോൾ കൃഷ്ണ ഒരു മേഘവർണ്ണമായിട്ട് പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഒരു മറ്റൊരു ദേവന്റെ പീതാംബരധരൻ, ഇല്ലെങ്കിൽ ആ വർണ്ണത്തെയാണ് നമ്മൾ യോജിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സമപ്രഭ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുകയാണ്, രവി ഒരു സിംഹതുല്യനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് മെറ്റഫോർ ചെയ്യാണ്, ഒരു ഉപമ. ആ ഗുണത്തെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അല്ലേ? ക്വാളിറ്റിയാണ് എടുക്കുന്നത്. ഞാൻ പറയുകയാണ്, ഒരു രവി ഒരു എന്താ ഇന്ന വർണ്ണത്തോട് കൂടിയതാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന നിറത്തോട് കൂടിയതെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സിംഹവർണ്ണത്തോട് കൂടിയതാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അത് ഗുണമല്ല, അത് കാണുന്ന നിറത്തെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതായത് അത് നിൽക്കുന്ന വരിച്ചിരിക്കുന്ന സാധനത്തെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഗുണമാണ് മേഘസമപ്രഭ എന്നുള്ളത് എടുത്തിരിക്കുന്നത് അല്ലേ? സംശയമില്ല.
അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് മേഘസമപ്രഭ ആയതുകൊണ്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് മേഘം എന്താന്നുള്ളതല്ലേ? അതെ. ഇനി ഒന്ന് സങ്കല്പിക്കൂ, മേഘം എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുള്ള മേഘങ്ങളുടെ എന്തൊക്കെയായിരിക്കും മേഘം ചെയ്യുക? രണ്ട് തരത്തിലുള്ളതാണ് എന്റെ അറിവ് പ്രകാരം. ഒന്ന് കാർമേഘം, അത് മഴയായിട്ട് മാറുന്നു. മറ്റു നോർമലി ഉള്ള നമുക്കൊരു ഗുണം എടുക്കുമ്പോ ആദ്യം നോക്കണത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ആദ്യം. എന്താ ശരിക്കും മേഘം? മേഘം നമ്മൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജലത്തിന്റെ തന്നെ വരുന്നതല്ലേ? അതെ, വായുമണ്ഡലത്തില് സൂക്ഷ്മജലത്താൽ നിർമ്മിതമായ ഘനാവരണമാണല്ലോ. അതെ അതെ, സംശയമില്ല. അപ്പൊ വായുവും ജലവും ചേർന്നതാണ്, സംശയമില്ല. ഇല്ല, ഇങ്ങനെ തന്നെയല്ലേ? അതായത് വായുവിന്റെ മണ്ഡലത്തിൽ ആർദ്രത സംഭവിക്കുമ്പോഴാണ് അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? വായുവിന്റെ മണ്ഡലത്തിൽ ആർദ്രതയുടെ വൃദ്ധിയാണ് മേഘങ്ങളുടെ സൃഷ്ടിക്ക് കാരണം, ആണോ? അതെ അതെ. അപ്പൊ ഇത് വർദ്ധിക്കുകയാണെങ്കിൽ മേഘം വർഷം ചെയ്യും അല്ലേ? അതെ, അതിന്റെ ഒരു കോൺസെൻട്രേഷൻ കൂടി, സാച്ചുറേഷൻ വരാൻ നേരത്തെ അത്. അപ്പൊ ഇനി നമുക്ക് രണ്ട് പ്രധാന കാരണം എന്ന് പറയാം മേഘം. അപ്പൊ രണ്ട് സാധനം അവിടെ ഉണ്ടാവും എപ്പോഴേ. എപ്പോ വായു ഉണ്ടാവും, ജലവും ഉണ്ടാവും, ഉറപ്പല്ലേ? അതെ, ഉറപ്പാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാനത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ യുക്തി എടുക്കണമെങ്കിൽ അന്തർമുഖവും ബഹിർമുഖവും കൊണ്ടാണല്ലോ നമുക്ക്. വേണം വേണം. അപ്പോൾ പുറത്ത് നമ്മൾ ഒരു മേഘത്തെ കാണുമ്പോൾ, മഴമേഘത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും. ഇല്ലെങ്കിൽ ഒരു മേഘത്തെ കണ്ടാൽ മനസ്സിലാക്കാം ഇത് പ്രകൃതിയിലെ വായുവിന്റെ ആർദ്രത ഭാവമാണെന്ന് ഉറപ്പാക്കാം അല്ലേ? ഉറപ്പാക്കാം. ഇനി എന്തായിരിക്കും ഒരു സാധാരണ മേഘം ചെയ്യുന്നത്? എന്താണ് മഴമേഘത്തിന്റെ വ്യത്യാസം? കാരണം മേഘം എന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ മേഘങ്ങളെയും കണക്കാക്കണ്ടേ? കണക്കാക്കണം. അപ്പൊ കാരണം നമ്മളൊരു സിംഹം എന്നോ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പറയുകയാണ് അദ്ദേഹത്തെ പോലെ ആകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കണം അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ? അതായത് മേഘ സമപ്രഭയാണ് ദേവി എന്ന് പറഞ്ഞാൽ മേഘം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ തരത്തിൽ നിന്നുകൊണ്ട് ഗുണം ചെയ്യുന്നുണ്ടോ, ആ ഗുണങ്ങളെല്ലാം കാളിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കണം? ആദ്യം മേഘം എന്ത് ചെയ്യുന്നു, മേഘം എന്തെല്ലാം ചെയ്യുന്നുണ്ട് നോക്കണം. അപ്പൊ പറയൂ, മേഘം എന്തൊക്കെ ചെയ്യും സാധാരണ? പരിപോഷിപ്പിക്കുന്നു പറയാം. ശരി, അടുത്തത് ഇതിപ്പോ വർഷമേഘങ്ങളല്ലാത്ത സാധാരണ മേഘങ്ങൾ ഒന്ന് വരണം. പിന്നെ സഞ്ചരിക്കും. പിന്നെ എല്ലായ്പ്പോഴും വരും. പിന്നെ ശബ്ദത്തെ ഉണ്ടാക്കുന്നത് ആരാ? ശബ്ദത്തെ ശരി, ശബ്ദത്തെ മാത്രമാണ് ഉണ്ടാക്കുന്നത്? അല്ല, മിന്നലുണ്ടാക്കും. അപ്പൊ ദീപനത്തെ ചെയ്യും അല്ലേ? അപ്പോ മേഘം വർഷം ചെയ്യും, ശബ്ദത്തെ ഉണ്ടാക്കും, ദീപ്തി ഉണ്ടാക്കും, പിന്നെ മഴയായിട്ട് പെയ്യും. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 4 സാധനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായി. ഏതൊക്കെയാ? ദീപ്തി ഉണ്ടാക്കും, ശബ്ദത്തെ ഉണ്ടാക്കും, മഴ പെയ്യും, ശബ്ദം ഉണ്ടാക്കും. എല്ലാ മഴമേഘങ്ങളും മഴ പെയ്യാറുണ്ടോ നിങ്ങളുടെ അവിടെ? ഇല്ല. അപ്പൊ ഒന്ന് വഹിക്കുന്നതാണ്, ഒന്ന് പെയ്യുന്നതാണ്, രണ്ടെണ്ണം ആണല്ലോ. അതെ. ഒന്ന് ധരിച്ചു കൊണ്ടുപോകും, ഒന്ന് പെയ്യും, ഒന്ന് ശബ്ദത്തെ ഉണ്ടാക്കും, ഒന്ന് ദീപ്തി ഉണ്ടാക്കും, ഒന്ന് വർഷത്തെ ചെയ്യും, ആണോ? അതെ. അപ്പൊ ഈ 5 സാധനമെങ്കിലും നിങ്ങളുടെ തലയിൽ വെക്കും. ഇപ്പൊ വർഷമേഘ സമമാണെന്ന് വിചാരിക്കും ദേവത ആദ്യത്തെ. ഇപ്പൊ വർഷം കൊണ്ട് എന്താ ഗുണം ഉണ്ടാവുക? വർഷം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി അതായത് പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നതാണ്. അതായത് നനവ് വന്നു കഴിഞ്ഞാൽ സൃഷ്ടിക്ക് മൂലമായിരിക്കുന്ന സാധനത്തെ ഉണ്ടാകും, ആണോ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ സൃഷ്ടി മൂലമാണ്. അപ്പൊ ദേവത ഇപ്പൊ കാളി എന്ന് പറഞ്ഞാൽ അപ്പൊ സൃഷ്ടി മൂലമാണെന്ന് ഉറപ്പായി. ഇനി രണ്ടാമത് എന്തായിരിക്കും? ധരിക്കുന്നതാണ്.
കാളി സൃഷ്ടി മൂലമാണെന്ന് പറയുമ്പോ അതെങ്ങനെ മേഘസമപ്രഭ എങ്ങനെ യോജിച്ചു വരുന്നത് അതിനകത്ത്? നോക്കൂ, രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ സൃഷ്ടി ഉണ്ടാവൂ. ഏതൊക്കെയായിരിക്കും? ശരി, ഏതൊക്കെ കഴിച്ചാലാണ് നിങ്ങൾക്ക് ജീവൻ നിലനിർത്താനാവുക? അന്നവും പ്രാണനും. ഒന്നും കൂടെ, അന്നമാണോ ജലമാണോ? ജലം അന്നവും. അപ്പോ എന്തുകൊണ്ടായിരിക്കും സൃഷ്ടിക്ക് മൂലമായിട്ട് ദേവിയെ പറയുന്നത്? ദേവി അന്നപൂർണേശ്വരിയായി ആണ്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ തന്നെ പറഞ്ഞു എവിടെയാണോ ജലവും പ്രാണനും ചേർന്ന് നിൽക്കുന്നത് അവിടെ നിന്നാണ് വൃഷ്ടി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇത് രണ്ടുമാണ് ജീവൻ ആധാരമായിട്ട് നിൽക്കുന്നത്, ആണോ? അതെ അതെ. അപ്പോ പ്രാണനെ നമുക്ക് ശിവനായിട്ട് കണക്കാക്കിയാൽ ഇപ്പുറത്തെ ജലമാരായി. ജലമായിട്ട് ദേവിയാണ്. രണ്ടും അഭേദമായിട്ട് നിൽക്കേണ്ടതാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഗതിരൂപിണിയായ ഭഗവതിയാണ്, അതേപോലെ തന്നെ ഗതിക്ക് കാരണമായിരിക്കുന്നതും ഭഗവതി ആയതുകൊണ്ട് തന്നെ എന്തു വേണം? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് കോള് വന്നതാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അപ്പോ ദേവിയുടെ ഇത് വരുന്നത്? എങ്ങനെയായിരിക്കും അത് യോജിപ്പിച്ചിട്ടുണ്ടാവുക? ദേവിയുടെ നമ്മള് പറയുന്ന കാളി രൂപസമപ്രഭാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കാളി രൂപമല്ല, കാളി മേഘസമപ്രഭാം. കാളി മേഘസമപ്രഭ എന്ന് പറഞ്ഞിരിക്കുന്നത് മേഘത്തിന് സമമായി പ്രഭയോട് കൂടിയവളാണ്, ആണോ? പ്രകർഷേണ ഭാതി പ്രഭ, അതേപോലെ തന്നെ ശോഭിക്കുന്നതാണ്, ആണല്ലോ? അതോ ഇപ്പൊ അതിന്റെ അതേ പ്രഭയോട് കൂടിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും ദേവിയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതെ, അപ്പൊ മേഘത്തിന് സമമാണ്, ആണോ? അതെ, മേഘത്തിന് സമമാണ്. അപ്പൊ മേഘം ചെയ്യുന്നതായി എല്ലാ സാധനം ഉണ്ടാവണ്ടേ? അപ്പൊ ആദ്യത്തെ നമ്മൾ പറയുന്നു മേഘം വർഷത്തെ ചെയ്യും, വൃക്ഷസേചനെ സേചനം ചെയ്യും. സേചനം ചെയ്യുന്ന ഭൂമിയെ നനയ്ക്കും. എങ്ങനെ നനയ്ക്കുന്നേ? വർഷം ചെയ്തിട്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഭൂമിയെ നനയ്ക്കും വർഷമേഘങ്ങൾ, അല്ലെങ്കിൽ വർഷമേഘമായിരിക്കുന്ന മേഘം ഭൂമിയെ നനയ്ക്കും. ശരി, ക്ലിയർ ആണല്ലോ? അത് എന്തിനെ ഉണ്ടാക്കുന്നത്? സൃഷ്ടിക്ക് മൂലമായിട്ടിരിക്കുന്നതാണ്, ആണോ? അപ്പോ ആദ്യത്തെ ഗുണം എന്തായിരിക്കും ദേവതയുടെ? അവൾ വൃഷ്ടി മൂലമാണ്, വൃഷ്ടിയും ചെയ്യും, വൃഷ്ടിക്ക് അല്ലെങ്കിൽ സൃഷ്ടിയുടെ മൂലമായിട്ടിരിക്കുന്നവളാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ തന്നെ അന്തർമുഖമാണോ, ഇല്ലെങ്കിൽ എല്ലാം കഴിച്ചിട്ട് അന്തർമുഖമാക്കിയാൽ മതിയോ? അത് ഓരോന്ന് അപ്പ പറയണോ? അല്ല, നമുക്ക് ആദ്യം ബഹിർമുഖം പറഞ്ഞിട്ട് അന്തർമുഖത്തിലേക്ക്. അപ്പൊ ശരി, അപ്പൊ ഒന്നാമത്തെ ക്ലിയർ ആണല്ലോ. ദേവത ജലരൂപിണിയാണ്, ഇല്ലെങ്കിൽ അന്നം എന്ന് പറയണില്ല, ജലരൂപിണിയാണ്. അത് സൃഷ്ടിക്ക് കാരണമാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തത് മേഘം എന്ന് പറഞ്ഞാൽ വർഷമേഘമാണ്, പെയ്യില്ല പക്ഷെ, അല്ലേ? ജലത്തെ ധരിക്കുന്നവളാണ്, അല്ലേ? എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നതാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും പെയ്യാറില്ല, ആണല്ലോ? അതെ. അപ്പൊ രണ്ടാമത്തെ സ്വരൂപമായി. ഓർത്തു വെച്ചോളേ. മൂന്നാമത്തെ ഏതാ? മൂന്നാമത്തെ നമ്മള് ശബ്ദം ഉണ്ടാക്കുന്നതാണ്. വർഷമേഘം എന്ന് പറയുന്ന മാതിരി ഭയങ്കരമായ ഗർജനവും വിദ്യുത്തും ഉണ്ടാകുന്നതാണ് മൂന്നാമത്തത്, ആണോ? അതെ, അല്ലേ? ക്ലിയർ ആയല്ലോ? അതെ. നമുക്ക് ഈ മൂന്നെണ്ണമെങ്കിലും നമുക്ക് കണക്കാക്കി കഴിഞ്ഞാൽ ദേവത എന്താന്ന് മനസ്സിലാവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി പുറത്ത് ആദ്യമായിരിക്കുന്ന കാളി ഗതി തുടങ്ങുന്നത് വർഷത്തിലൂടെയാണ്, ആണോ? അതെ, സംശയമില്ലല്ലോ. ജലവും പ്രാണനുമാണ് ഒരു ജീവന്റെ തുടിപ്പിണിയുടെ കാരണം, ഉറപ്പല്ലേ? അപ്പോ സൃഷ്ടിയുടെ മൂലമായിരിക്കുന്ന ദേവതയാണ് നമ്മൾ കാളിയായിട്ട് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവൾ ഭഗവതി എന്നോ ഇല്ലെങ്കിൽ സൃഷ്ടി രൂപിണിയായിട്ടൊക്കെ നമ്മൾ പറയുക. ആദ്യത്തെ അന്നപൂർണേശ്വരിയായിട്ട് പറയുന്നത് അവളെയാണ്. അതുകൊണ്ട് തന്നെ ശരിയല്ലേ? ഈ മൂന്ന് ഭാവത്തെ ഇനി അകത്തേക്ക് എടുക്കൂ. എങ്ങനെയായിരിക്കും നമ്മളുടെ ശരീരത്തിൽ സൃഷ്ടി ഉണ്ടാവുന്ന ഒരു പുരുഷന്?
സൃഷ്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പുരുഷൻ സൃഷ്ടിക്കുവാന്നാണ് ഉദ്ദേശിച്ചത്? അതെ, ഒരു രേതസ് എവിടെ നിന്നാ വരുന്നത്? അന്നത്തിൽ നിന്ന്. അന്നം രക്തമാണ് രേതസ്സാവുന്നത്. രക്തം വരുന്ന എവിടെ നിന്നാ? രക്തം വരുന്ന മജ്ജയിൽ നിന്ന്. അന്നത്തിന്റെ പരിഭാഗമായി രസവും രക്തം, മേധസ്, അസ്ഥി, മജ്ജ, ഇതാണല്ലോ കണക്ക്. അതെ അതെ അതെ. അപ്പോ ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ജലമാണ്, ഇല്ലെങ്കിൽ അന്നമാണ്, ആണല്ലോ. അപ്പോ വൃഷ്ടിയിൽ നിന്നുണ്ടായ ഔഷധി വനസ്പതികളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്ന, ഇല്ലെങ്കിൽ വായിൽ കൂടെ ചവച്ചിട്ട് നിങ്ങളുടെ ഭൂമിജമായിരിക്കുന്ന ഉദരത്തിലേക്ക് വർഷണം ചെയ്യുന്നതാണ് നിങ്ങളുടെ രസം, ആണോ? അല്ലേ? വായിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വർഷിക്കുന്ന എങ്ങോട്ടേക്കാ? വയറിലേക്കാണ്. ഭൂമിജമായിരിക്കുന്ന വർഷം പെയ്യുന്നത് ഉദരത്തിലേക്കാണ്, ആണോ? ഉദരത്തിലേക്കാണ്, സംശയമില്ല. അപ്പൊ സൃഷ്ടി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അവിടെ നിന്നാണ്. അത് ഭൂമിയെ നനയ്ക്കുകയും ആ നനക്കിൽ നിന്ന് സൃഷ്ടിയുടെ മൂലമായിരിക്കുന്ന രേതസ്സിലൂടെ നിങ്ങൾ സൃഷ്ടി ഉണ്ടാക്കുകയും ചെയ്യും, ആണല്ലോ. അതിന്റെ വർധനയാണ്, ആ ഇതിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയുടെ വർധനയാണ് നിങ്ങളുടെ ശരീരം, ആണോ? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? പുറത്ത് എപ്രകാരമാണോ മേഘം മുകളിൽ നിന്ന് താഴേക്ക് ജലം വർഷിച്ച് ഭൂമിയിലുള്ള പരിഭാഗം ചെയ്യുന്ന വൃദ്ധിയെ ചെയ്യുന്നത്, അതുപോലെ അന്നസ്വരൂപിണിയായ ദേവത നിങ്ങളുടെ വായിലിട്ടിരിക്കുന്ന അന്നത്തിൽ നിന്ന് രസമായിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്, ആണോ? അതെ, അത് അന്നത്തിൽ നിന്ന് രസരൂപമായി ഉദരത്തിലേക്ക് വർഷിക്കപ്പെടുകയും അവിടെ നിന്ന് വൃദ്ധിയായി നിങ്ങളുടെ ശരീരത്തിലേക്ക് പരിഭാഗമാവുകയും ചെയ്യും, ആണോ? അപ്പോ കാളി എന്തായിരിക്കും ചെയ്യേണ്ടാവുക? കാളി എന്തായിരിക്കും വർഷത്വം കണക്കാക്കിയിരിക്കുന്നത്? വൃഷസേചനെ, നിങ്ങളുടെ സേചനം, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ അന്നത്തിൽ നിന്നുണ്ടാകുന്ന സേചനമാണ് നിങ്ങളുടെ ശരീരത്തിൽ നനവായിട്ട് കാണുന്നത്. നിങ്ങളുടെ ശരീരം ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു നനവുണ്ടാവും. വരണ്ട അവസ്ഥ വന്നാൽ ജലമില്ല. എന്തുകൊണ്ടായിരിക്കും? അന്നത്തിന്റെ പരിഭാഗം കുറഞ്ഞു എന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ സേകം ഇല്ലെങ്കിൽ സേചനം ചെയ്യപ്പെടുന്നത് എന്തു വെച്ചിട്ടാ? നിങ്ങൾ കഴിക്കുന്ന അന്നവും ഇല്ലെങ്കിൽ ജലം ഉള്ളിലേക്ക് പോകുമ്പോഴാണ്, ആണോ? അപ്പോ അകത്തേം പുറത്തേ ഒന്നേ ആണോ? പുറത്തും ശരിയാണ്. പുറത്ത് എപ്രകാരമാണോ ഒരു മേഘം വർഷം ചെയ്ത് ഭൂമിയെ നനച്ച് അതിൻ്റെ വൃദ്ധി ഉണ്ടാക്കുന്നത്, അതുപോലെ ദേവത അന്നപൂർണേശ്വരിയായ ഭഗവതി അന്നത്തിലൂടെ ഉണ്ടാകുന്ന രസഭാഗത്തിലൂടെ നിങ്ങളുടെ ശരീരം നനച്ച് വൃദ്ധി ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ പുറത്തും അകത്തൊരിക്കുന്ന മേഘസമപ്രഭ ആരാ? ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ പറയൂ. എപ്പോഴാണോ മേഘത്തോടു കൂടിയിരിക്കുന്ന വൃഷ്ടി ഉണ്ടാവുന്നത് ആ സമയത്ത് മാത്രമേ ശബ്ദവും ദീപ്തി ഉണ്ടാവൂ. എവിടെ നിന്നാ ശബ്ദം ഉണ്ടാവുന്നേ? ശ്രദ്ധിച്ചു നോക്കൂ, എവിടെ നിന്നിട്ടാണ്? അഗ്നി എല്ലാം ഇപ്പോഴും നിൽക്കുന്നത് എവിടെയായിട്ടാ? പൈത്തികാഗ്നി എവിടെ ഉണ്ടാവുക? ഉദരത്തിലാണ്. ജലത്തോട് ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും ശ്രദ്ധിച്ചോളണം, അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾ പറയാ സമുദ്രം ഇത്യസ്യ അന്തരീക്ഷം ഇത്യർത്ഥ. നിരുക്തം പറയുന്നത് സമുദ്രം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് എപ്പോഴും. നമ്മൾ കാണുന്ന സമുദ്രമല്ല, കടലല്ല. എല്ലായ്പ്പോഴും ജലം ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. സമ എന്ന ഉപസർഗത്തോട് ഉദ് ധാതുവാണ്. എല്ലായ്പ്പോഴും ജലം ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഏതോ അത് സമുദ്രം. എല്ലായ്പ്പോഴും ജലം ചേർന്ന് നിൽക്കുന്ന സ്ഥലം എപ്പോഴാ? ഏതാ? അന്തരീക്ഷമാണ്. ഒന്നിനൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൃദയസ്ഥവർത്തിയായിരിക്കുന്ന ഭഗവതിയുടെ അതിൽ എപ്പോഴാണോ ജലവും പ്രാണനും ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ മാത്രമേ ഹൃദയത്തിൽ നിന്ന് ഠക് ഠക് എന്ന ഒച്ച ഉണ്ടാവൂ. അതിന്റെ ഗതി ഉണ്ടെങ്കിൽ മാത്രമേ ചലനം സാധ്യമാവൂ, ആണോ? എപ്പോ നിങ്ങളുടെ പ്രാണൻ അകത്തേക്ക് പോയി അതിൻ്റെ ചലനം കൊണ്ട്
എപ്പോഴാണോ ജലസ്വരൂപം ചേർന്ന് വരുന്നത് അപ്പോൾ മാത്രമേ എന്ത് സംഭവിക്കൂ? ധ്വനി ഉണ്ടാവൂ. അതെ. വർഷമേഘങ്ങളിൽ വർഷമില്ലാതെ മേഘം മാത്രം ഇടിച്ച് ഒച്ച ഉണ്ടാവുമോ? ഇല്ല. എന്താ, ജലം ഇല്ലാതെ അത് ഉണ്ടാവില്ല എന്നർത്ഥം, ശരിയല്ലേ? അതെ, കറക്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഹൃദയത്തിന്റെ പ്രത്യേകത? ഹൃദശബ്ദേ, ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഹൃദയം. എപ്പോഴാ ശബ്ദം ഉണ്ടാവുക? അത് നിങ്ങളുടെ വർഷത്തിൽ പ്രമാണമായിരിക്കുന്ന ഒരു സാധനം, നിങ്ങളുടെ വർഷമേഘമായിരിക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങളുടെ രസം ഉദരത്തിലേക്ക് എത്തി അത് ഹൃദയത്തിലേക്ക് എത്താത്ത കാലത്തോളം, ആ ചക്ര പരിപൂർണമാകാത്ത സ്ഥലത്തോളം എന്ത് സംഭവിക്കില്ല? അവിടെ ഗതി ഉണ്ടാവില്ല ഹൃദയത്തിന്റെ ആ ഒരു. അതായത് മേഘത്തിന്റെ രണ്ട് മേഘങ്ങളുടെ കൂട്ടയിടി എന്ന് പറഞ്ഞ മാതിരിയാണ്. അതെ അല്ലേ? അതെ. അപ്പോൾ എടുക്കുന്നതും കൊടുക്കുന്നതും എവിടെ വെച്ചിട്ടാ? ഹൃദയത്തിൽ വെച്ചിട്ടാ. ഇതിന്റെ പ്രവർത്തനമാണ് ഒച്ചയുടെ കാരണം, അല്ലേ? അതെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവിടെ ദീപ്തി ഉണ്ടാവുന്നത്? നിങ്ങൾ തന്നെ പറയുന്നു, ഹൃദയം നിന്ന എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും, പ്രാണൻ നഷ്ടപ്പെട്ടു. എന്തായിരിക്കും കാരണം? ഗതിയില്ല. അപ്പോൾ രണ്ട് സാധനമുണ്ട്. എല്ലായ്പ്പോഴും പുറത്ത് മേഘങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് പ്രധാന വസ്തുതയാണ്. മഴമേഘങ്ങൾ കൂട്ടിയിരിക്കുമ്പോൾ എന്തായാലും ശബ്ദം ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ ജലസ്ഥാനവും പ്രാണനും ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തിൽ ഒച്ച ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മൂവ്മെന്റ് ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് പ്രാണന്റെ സഞ്ചരണം കൊണ്ട് ഈ ജലം താഴേക്ക് വരുമ്പോൾ പൈത്യാഗ്നി ആ പ്രാണന്റെ ഗതി കൊണ്ട് താഴെയുള്ള അഗ്നി ഇതാവുകയും പൈത്യാഗ്നി വർദ്ധിക്കുകയും അതിൻ്റെ ബലം കൊണ്ടുള്ള ചലനം കൊണ്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ശക്തിപൂർവ്വം മേഘങ്ങളില്ലെങ്കിൽ ജലസ്ഥാനം മുകളിലേക്ക് സഞ്ചരിക്കുന്നത്, മഴമേഘം സഞ്ചരിക്കുന്നത്. ഇവിടെയും അതേ പ്രകൃതി തന്നെയാണ്. വർഷമേഘങ്ങൾ എപ്രകാരമാണോ കൂട്ടിയിടിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത്, അതുപോലെ ഹൃദയസ്ഥാനവർത്തിയായിരിക്കുന്നതും പൈത്യാഗ്നിയും ചേരുമ്പോഴാണ് ഇവിടെ എന്ത് സംഭവിക്കുക? ദീപനവും അതോ സമയം തന്നെ ശബ്ദവും ഉണ്ടാകുന്നത്. ആദ്യ ശബ്ദമാണോ അല്ലെങ്കിൽ ആദ്യം മിന്നലാണോ ഉണ്ടാവുക? ആദ്യം മിന്നലാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് ആദ്യം മിന്നലാണ് ഉണ്ടാവുന്നത്, എന്നിട്ട് ഒച്ച ഉണ്ടാവും. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പൈത്തികാഗ്നി ഇരിക്കുന്നത് ഉദരത്തിലും ശബ്ദം ഉണ്ടാകുന്നത് ഹൃദയത്തിലുമാണ്. നേരെ ശരിയല്ലേ? എന്തായിരിക്കും ഒരു സെക്കൻഡിന്റെ വ്യത്യാസം? ശരിക്കും അക്ഷരം വരുന്നത് ഇവിടെ നിന്നാണെന്ന് പറയുമെങ്കിലും ഹൃദയമാണ് ശബ്ദത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കാളിയെ ഞങ്ങൾ പറയുക ഹൃദയസ്ഥവർത്തിയായിട്ടാണ്. കലതൈതി കാളി, ഗതിക്ക് കാരണമായിരിക്കുന്നവളാണ് കാളി. അല്ലെങ്കിൽ ക്രീം നമഃ. എന്താ കാരണം? ഇല്ലെങ്കിൽ ക്ലീം നമഃ, കം വായുവാത്മനേ നമ, ലം പൃഥ്വിയാത്മനേ നമ. ഹൃദയവർത്തിയായിരിക്കുന്ന പ്രാണനെ ഉദരത്തിലേക്ക് കൊണ്ടുവരുന്ന ഗതിക്ക് കാരണമായിരിക്കുന്ന ശക്തി ഏതോ അത് കാളി. കത്തിയോ? മനസ്സിലായി കൃഷ്ണേട്ട. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞൊരു ശബ്ദം രണ്ടാമതാണ് വരുന്നത്. അപ്പൊ കൃഷ്ണേട്ടൻ അതുമായിട്ട് അനുബന്ധപ്പെട്ട് ഉദരവും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചില്ലേ ശബ്ദം എന്തുകൊണ്ട് രണ്ടാമത് വരുന്നു എന്ന് പറഞ്ഞു? അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ പുറത്തേക്ക് വരണമെങ്കിൽ പ്രാണൻ, ഹൃദയവർത്തിയായിരിക്കുന്ന പ്രാണൻ ഉദരത്തിലെത്തി ആ ഉദരത്തിലെ അഗ്നിയെ ഉയർത്തിയാൽ മാത്രമേ പുറത്തേക്ക് എന്ത് സംഭവിക്കൂ? ഒച്ച വരൂ. ഒച്ച വരും. ഇപ്പൊ മനസ്സിലായി. പ്രാണൻ ഓൾറെഡി ഹൃദയസ്ഥനാണ്. പ്രാണൻ ആ പ്രാണൻ തന്നെ ഉദരത്തിലേക്ക് വന്ന് വീണ്ടും ഹൃദയത്തിൽ പോയി. അതെ, ഒന്ന് സങ്കല്പിച്ചാൽ മതി. ഇപ്പോ രവിക്കൊന്ന് ഒച്ചത്തിൽ സംസാരിക്കണം ഇല്ലെങ്കിൽ ദീർഘമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? ദീർഘമായ ശ്വാസം എടുക്കും. എന്തിനാ? എന്നാൽ മാത്രമേ ആ പ്രാണൻ ഹൃദയത്തിലേക്ക് വന്ന് ഹൃദയത്തിൽ നിന്ന് ഉദരത്തിലേക്ക് വന്ന് അവിടത്തെ അഗ്നിയെ കൂട്ടി അതിന്റെ ഇതായിട്ട് ഊർധ്വഗതിയായി പ്രാണൻ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കും, കൃത്യമായിട്ട് സഞ്ചരിക്കും. ശരിയല്ലേ? മനസ്സിലായി. അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് ഉദരത്തിലേക്കുള്ള
ഗതിക്ക് കാരണമായിരിക്കുന്നവളാണ് സാക്ഷാൽ കാളി. ഓക്കെ. അതുകൊണ്ടിട്ടാണ് അവളെ മേഘസമപ്രഭ എന്ന് പറയുന്നത്. ഇനി ശാസ്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ വേണമല്ലോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്കിതിൻ്റെ ഗുണങ്ങളെ ആധാരമാക്കിയിട്ട് ശാസ്ത്രത്തിൽ 5 തരത്തിൽ മേഘങ്ങളെ വർഗീകരിക്കാം. അഭ്രമേഘം. അഭ്രമേഘം എന്ന് പറഞ്ഞാൽ ഈ മേഘത്തിൽ നിന്ന് വർഷം സംഭവിക്കില്ല. മനസ്സിലായോ? നമ്മളിന്നത്തെ പറയും പക്ഷാഭമേഘം, ആധുനികമായ പക്ഷാഭമേഘമായിട്ട് ഇതിനെ കണക്കാക്കാം. രണ്ടാമത്തത് സാമാന്യ മേഘമാണ്. ജലമില്ലാതെ ശുഷ്കമായ രീതിയിലുള്ള, എന്നാൽ അധികം ജലമില്ലാതെ ശുഷ്കമായ രീതിയിലുള്ള വർഷം ലഭ്യമാകുന്നതാണ് രണ്ടാമത്തെ മേഘം എന്ന് പറഞ്ഞ സേചന രൂപമായിട്ടുള്ളത്. തുടർച്ചയായിട്ട് വരില്ല. മൂന്നാമത്തേതാണ് ചെറിയ ഇത് വരുന്നത്. മൂന്നാമത്തേതാണ് വർഷ ഋതുവിന്റെ മേഘമായിരിക്കുന്ന അമ്പുതം. ഇതിൽ നിന്നാണ് ഭയങ്കരമായ ഗർജനവും അതുപോലെ വിദ്യുത് പ്രകാശവും ഉണ്ടാകുന്നത്. പർജന്യനെയും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എടുക്കുക. പർജന്യനെയും ഒച്ച ഉണ്ടാക്കുന്നതാണ്, 2 തരത്തിൽ ശബ്ദം ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ പർജന്യനെ യോജിപ്പിക്കാൻ കാരണം. പർജന്യൻ എന്ന് പറഞ്ഞപ്പോൾ രവിക്ക് പറയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള ശബ്ദമുണ്ട്. ഏതൊക്കെയായിരിക്കും? ഒന്ന് നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത ഹൃദയമെടുപ്പ്, രണ്ടാമത് നമ്മൾ സംസാരിക്കുന്ന ശബ്ദം ആണോ? ഇനി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നമ്മളുടെ നാഡിയിലൂടെ ഇത് സഞ്ചരിക്കണമെങ്കിൽ ഇതേ മേഘത്തിന്റെ അതേ അവസ്ഥ ശരീരത്തിൽ ഉണ്ടാവണ്ടേ? നാഡിയിലൂടെ വായുവും അതോടൊപ്പം തന്നെ രക്തവും ചലിക്കുമ്പോഴാണോ ശബ്ദം നീങ്ങുന്നത് നാഡിയിലൂടെ? അല്ലേ? ചിന്തിച്ചു നോക്കൂ. നാഡീവ്യൂഹത്തിന്, നാഡി എന്ന് പറയുന്നത് നാദം ഉണ്ടാക്കുന്നതാണ് നാഡി. ഒരു നാഡിയിലൂടെ നമ്മളുടെ സ്വരം കേൾക്കുന്നത്, ഇപ്പം ഞാൻ പറയുന്നത് രവി കേൾക്കുന്നത് എങ്ങനെയാ? ചെവിട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന ശബ്ദം എന്ന് പറയുന്നത് നാഡീവ്യൂഹത്തിലൂടെയാണ്, ആണല്ലോ? ആ നാഡിയിൽ എന്തൊക്കെയുള്ളത്? ഒന്ന് എയറും ഒന്ന് രക്തവും, അല്ലേ? എയർ ഇവിടെ ഉദ്ദേശിച്ച പ്രാണൻ തന്നെ അല്ലേ? അതെ, അങ്ങനെയാണല്ലോ. സ്പേസ് എന്നല്ലേ പറയാ നമ്മള്. പ്രാണനും ഇതും കൂടെയാണല്ലോ ചലിക്കുന്നത്. പ്രാണനും ജലവും തമ്മിലല്ലേ ചേർന്ന് നിൽക്കുന്നേ? നോക്കിയേ. അല്ലേ? അപ്പോ 2 തരത്തിലുള്ള ശബ്ദത്തെയും ധരിക്കാൻ ഇത് വേണ്ടേ? വേണം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ജീമൂതഹ എന്ന് പറയും. ജീമൂതം എന്ന് പറഞ്ഞാൽ ജീവനത്തെ ഉണ്ടാക്കുന്നതാണ്. അതായത് ഹൃദയത്തിൽ ഇരിക്കുന്ന ആ താളത്തെ നിലനിർത്തണമെങ്കിൽ ജീമൂതം എന്ന് പറയുന്ന മേഘം വേണമെന്നാ പറയുക. ഇനി സൃഷ്ടിയുടെ മൂലമായിരിക്കുന്ന ഒരു മേഘത്തെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. നിങ്ങൾ അന്നം കഴിക്കുമ്പോൾ രസം ഉള്ളിലേക്ക് പോകണമെന്ന് വെക്കൂ. അത് താഴത്തേക്ക് വരണമെങ്കിൽ പ്രാണനോട് ചേർന്ന് ഇത് സാധനം താഴേക്ക് വരണം, വേണ്ടേ? വരണം. അതായത് എങ്ങനെയാണോ വർഷം ചെയ്യുന്നത് അതുപോലെ തന്നെ താഴത്തേക്ക് വരണ്ടേ? വരണം. അപ്പൊ ഒരു മേഘം അവിടെ ഉണ്ടോ? ഒരു മേഘത്തിന്റെ ഒരു ക്വാളിറ്റി അവിടെ വരുന്നുണ്ട്. ശരി. ഇനി അത് താഴത്തേക്ക് വന്നാൽ വർഷ ഋതുവിന്റെ ആ ഗുണം എല്ലാം അതേപോലെ ശരീരത്തിന് പ്രകൃതിയിൽ എപ്രകാരമാണോ അത് പെയ്തു കഴിഞ്ഞാൽ വൃദ്ധി ഉണ്ടാക്കുന്നത്, നനച്ച് വൃദ്ധി ഉണ്ടാക്കുന്നത്, അത് ചെയ്യിക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തെ നമുക്ക് ഈ വർഷ ഋതു വീണ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഈ ജലവും പ്രാണനും ചേർന്നുകൊണ്ട് ശരീരം പൂർണ്ണവർത്തിയായിട്ട് നനച്ചുകൊണ്ടിരിക്കണം, വേണ്ടേ? വേണം. മറ്റ് ഉദരത്തിലേക്ക് വരുന്ന ഈ വർഷം ചെയ്യുന്നില്ല, പക്ഷെ ശരീരത്തിൽ മുഴുവനും ജലസ്ഥാനമുണ്ട്, ഉണ്ടോ? പ്രാണനോട് ചേർന്ന നാടിയിൽ എപ്പോഴും എന്തുണ്ട്? ജലം നിൽക്കുന്നുണ്ട്. ഇല്ലേ? നനവുണ്ടല്ലോ എല്ലായ്പ്പോഴും. നമ്മളുടെ നാടികളിൽ എല്ലായ്പ്പോഴും, നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷം എന്ന് പറയുന്നവര് ഹൃദയവർത്തിയായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്? രക്തം അല്ലെങ്കിൽ ജലാംശം, ജലസ്ഥാനം ഉണ്ട്. അതായത് അന്തരീക്ഷത്തിൽ പ്രാണൻ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം അന്തരീക്ഷത്തിൽ ജലമുള്ള മാതിരി ശരീര പൂർണ്ണവർത്തിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ഉണ്ടല്ലോ? ഉണ്ടെന്നുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രാണനെ കൊണ്ടുപോകുന്നതാണ് ജീമൂതൻ എന്ന മേഘം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പ്രാണനെ എല്ലായ്പ്പോഴും എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാ?
ജലത്തോട് ചേർന്നിട്ടാണോ? അതെ അതെ, ജലാംശത്തോട് ചേർന്നിട്ടാണ്. അതെ അല്ലേ? അപ്പൊ അത് ഇല്ലാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ജലമില്ലാണ്ട് വന്ന പ്രാണന്റെ ചലനം ഉണ്ടാവില്ല അവിടെ. അതെ, പ്രാണന്റെ ചലനവും നിങ്ങളുടെ സ്വസ്ഥത ഇതും പോവും അല്ലേ? അപ്പൊ തന്നെ മരിക്കും. എപ്രകാരം? മരുഭൂമിയിൽ പെട്ട പോലെ നിങ്ങൾ മരിക്കും. ആണോ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അതിന് ജീമൂത ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്? അതാണ് ലോകത്ത് ജീവനത്തെ പ്രധാനം ചെയ്യും. വർഷം ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. എളുപ്പത്തിൽ പറഞ്ഞാൽ വർഷത്തിൽ ഋതു പെയ്തു, മഴ പെയ്തു, അതിനുശേഷം മേഘങ്ങൾ അപ്രത്യക്ഷമായി. ഒന്ന് സങ്കല്പിക്കൂ. അതെ, പിന്നെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ലൈഫിനെ നിലനിർത്താനുള്ള ഒരു മേഘം ഉണ്ടാവണം. അപ്പോ ഇനി ഒന്ന് കാളിയെ സങ്കല്പിക്കൂ. ആ ദേവത വർഷമാണ്, വർഷത്തിന്റെ തുടർച്ചയാണ്. നിങ്ങളുടെ പ്രാണന് ആധാരമായിക്കൊണ്ട് ആ പ്രാണന്റെ കൂടെ തന്നെ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതാണ്. അത് തന്നെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്, അതായത് ശബ്ദത്തിന് കാരണമായിരിക്കുന്നത്. അത് തന്നെയാണ് ദീപനത്തിന് കാരണമായിരിക്കുന്നത്. അത് തന്നെയാണ് ദീപനത്തിന്, ശരീരത്തിന് ദീപനം എപ്പോഴാ? ജീവനത്തിന് കാരണം. അഗ്നി ഉയരണമെങ്കിൽ ഈ പ്രാണന്റെ ഗതിയും ഇതും വേണം, വർഷവും വേണം, അല്ലാതെ നടക്കില്ല. അല്ലേ? ഇനി ഒന്ന് സങ്കല്പിക്കൂ, എന്തുകൊണ്ടായിരിക്കും മേഘസമപ്രഭ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ എല്ലാ കാര്യങ്ങളും ഭഗവതി ചെയ്യുന്നുണ്ട് അവിടെ. ഒന്ന് സങ്കല്പിക്കൂ, എന്തുകൊണ്ടായിരിക്കും? അപ്പോ ഒരു കറുത്ത വർണ്ണമാണോ ഇപ്പൊ കാളി മേഘസമപ്രഭ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി ഒന്നും കൂടെ നോക്കിയാൽ മതി. ഇവിടെ വേതാള കണ്ഠസ്ഥിതാന്ന് നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് വെച്ചാൽ സംഹാരിണിയും ഈശ്വരി എന്നാണ് ഇവിടെ അവസാനം പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെയോ സംഹാരമാണ്. എല്ലായ്പ്പോഴും ഒരു സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു സംഹാരം മുമ്പ് ഉണ്ടാവണം. ഉണ്ടാവാതെ പറ്റില്ല, ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പൊ ഇവിടെ പുറത്ത് എന്തിന്റെയോ സംഹാരമാണ് സൃഷ്ടിക്ക് കാരണമായിട്ടിരിക്കുന്നത്, ആണല്ലോ? ഉറപ്പല്ലേ? സംശയമില്ല. അപ്പോ ഇവിടെ സംഹാരിണിയും ഈശ്വരിയും എന്ന് പറയുന്നത് നമ്മൾ പറയാണ് ഈശ്വരിയാണ്. എന്തിന്റെ ഈശ്വരിയാണ്? അപ്പൊ ഈശ ഐശ്വര്യേ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ജായത്തെ അസ്ഥി വിപരിണമത്തെ വർദ്ധത്തെ അപക്ഷയത്തെ നശ്യതി. അതായത് ഉണ്ടാകുന്നു, ഉണ്ടായി, വിപരിണമത്തെ പരിണാമം സംഭവിക്കുന്നു, വർദ്ധിക്കുന്നു, ക്ഷയം സംഭവിക്കുന്നു, നശിക്കുന്നു. ഈ 6 ആണ് ദേവിയാണ് ഈശ്വരി, അല്ലേ? അപ്പൊ സംഹാരിണി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഈ 6 പരിഭാഗത്തിന് കാരണമായിരിക്കുന്ന സംഹാരം എന്നായില്ലേ നേരെ? ഈ 6 വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, അതെ, സംഹാരമാണ്. അപ്പോ റെഡിയാക്കി കൊടുക്കുക. അതെ, അന്നത്തിന്റെ പരിഭാഗം ചെയ്യണമെങ്കിൽ അതിന്റെ സംഹാരം ഉണ്ടാവണം, എന്നാൽ മാത്രമേ രക്താവുള്ളൂ. അതെ, രക്തത്തിന്റെ പരിഭാഗം ഉണ്ടായാലേ ഉള്ളൂ എന്ത് സംഭവിക്കൂ? അസ്ഥി, മാംസം, മജ്ജ പോവുള്ളൂ, അല്ലേ? ഒന്നും കൂടെ നോക്കിയാൽ നിങ്ങൾ അന്നം കഴിച്ചിട്ട് രക്തമാകുന്നില്ല, എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. കാരണം ആധിക്യം വന്നാലും ന്യൂനത്വം വന്നാലും പ്രശ്നമാണ്, ആണോ? ഇത് തന്നെയാണ് ഓരോന്നിലും, അല്ലേ? അപ്പോ ഒരു ജീവന്റെ നിലനിൽപ്പിന് എന്താണ്? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് മാത്രമേ നമ്മുടെ ശരീരത്തിന് പ്രശ്നം വരൂ. പ്രകൃതിയുടെ സഹജത എന്ന് പറയുന്നത് കൃത്യമായ സൃഷ്ടിയാണ്. അപ്പോ അതിന്റെ ഈശ്വരിയാണ്. അപ്പൊ സംഹാരിണി എന്ന് പറയുന്നത് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഹാരം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സൃഷ്ടിയുടെ മൂലമായതാണ് സംഹാരം, അല്ലേ? അല്ലാതെ നമ്മുടെ സംഹാരം ഇല്ലല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ സംഹാരം? ജീവനുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സംഹാരം എന്ന് പറയുന്നത് അന്നപോഷണമല്ലേ? ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഉണ്ടായി നിലനിന്ന് സംഹരിച്ച്, ഉണ്ടായി നിലനിന്ന് സംഹരിക്കപ്പെടുന്നതാണ്. എന്താ കോശങ്ങൾ സംഹരിക്കപ്പെടുന്നു, ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, അപ്രത്യക്ഷമാവുന്നു, വീണ്ടും വരുന്നു, അല്ലേ? അപ്പോ സ്ഥിതി എന്ന് പറയുന്ന രീതിയിൽ കാളിയെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന വൃഷ്ടി പറഞ്ഞത് കൊണ്ട് തന്നെ ആ ദേവത ഏത് സംഹാരത്തിലായിരിക്കും? സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന സംഹാരിണി ആയുള്ളൂ. സംശയമില്ലല്ലോ. കാരണം സേചനം കണ്ട് സൃഷ്ടിയാണെങ്കിൽ ആ സംഹാരം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന മൂലമായിരിക്കണമല്ലോ. അപ്പൊ കാളി ഏതിലാ നിൽക്കണ്ടാവുക? സൃഷ്ടിയുടെ മൂലകാരിണിയായിരിക്കും, അല്ലേ?
മൂലകാരണിയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ക്ലീം നോ ക്രീം നോ ഉപയോഗിക്കുന്നത്? ഈകാരം എന്ന് പറഞ്ഞാൽ സ്ഥിതിയിലെ സൃഷ്ടിയുടെ മന്ത്രമാണ് മന്ത്രോദ്ധാരത്തിൽ. ഓക്കെ ഓക്കെ. കൃത്യമായോ? അപ്പൊ ക്ലീം നോ ക്രീം നോ ആണല്ലോ നമ്മൾ പറയുക. അപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കാം നമുക്ക് മന്ത്രോദ്ധാരത്തിൽ നേരെ പറയുന്നു ഈകാരം എന്ന് പറഞ്ഞാൽ സ്ഥിതിയിലെ സൃഷ്ടിയാണ്. അപ്പൊ കാളി ഏതായിട്ട് വരും? അപ്പോ സ്ഥിതിയിലെ സൃഷ്ടിയാണ്. പിന്നെ ഈ മന്ത്രോദ്ധാരത്തിൽ ഈകാരം സ്ഥിതിയിലെ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മന്ത്രത്തിൽ ഈകാരം വന്ന ദേവത എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് എങ്ങനെ പറയാ? കാളീം ഏകസമപ്രഭാം. കണ്ട, എങ്ങനെയുള്ള സൃഷ്ടിയാണെന്ന് ഞാൻ ഗുരുനാഥനോട് ചോദിക്കുമ്പോഴാണ് ദേവത എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എങ്ങനെയുള്ള സൃഷ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ സംഹാരിയാണ്. സൃഷ്ടിസ്ഥിതിയുടെ ആധാരമായിരിക്കുന്ന ജായതേ അസ്ഥി വിവരണമതേ വർദ്ധതേ ഭക്ഷ്യതി നശ്യതി എന്ന് പറയുന്നതായ സൃഷ്ടിയുടെ ചലനരൂപമായിരിക്കുന്ന ഈ ആറണത്തിൻ്റെയും സംഹാരം ചെയ്യുന്ന സൃഷ്ടിയുടെ മൂലമാണ് കാളി. അതെങ്ങനെ ചെയ്യുന്നതാണ്? എങ്ങനെയാണ് സൃഷ്ടി എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത് ദേവി മേഘസമപ്രഭയാണ്. മേഘം ചെയ്യുന്നത് എന്തൊക്കെയോ അതൊക്കെ അവളും ചെയ്യും ആ രൂപത്തിൽ നിന്നുകൊണ്ട്. കണ്ടോ? മനസ്സിലായി മനസ്സിലായി. ഇനി ഒന്നും കൂടെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് നിർത്താം. എന്താ കണ്ഠസ്ഥിത എന്ന് ഓർത്താ മതി. വേതാള ശബ്ദം നമ്മൾ എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ കണ്ഠസ്ഥിത എന്ന് പറയാൻ നേരത്ത് എന്റെ ഒരു ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ ചില ക്ഷേത്രങ്ങളിലെ പുറത്ത് കണ്ടിട്ടുള്ള വേതാളം എന്നൊരു രൂപത്തിന്റെ കണ്ഠത്തിൽ എന്താ പറയുക ഇരിക്കുന്ന രീതിയിലാണ് അവിടെ ചില സ്കൾപ്ചേഴ്സിലൊക്കെ കാണുന്നത്. കൃഷ്ണന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ക്ഷേത്രങ്ങളുടെ ഈ നമ്മുടെ കവാടങ്ങളിൽ കണ്ടിട്ടില്ലേ? ആദ്യം നോക്കണ്ടത് എന്താ എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഒരു സാധനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ പ്രേതം പിശാച് എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ നമ്മൾ ഇത് കാണുമ്പോൾ ഈ വിക്രമാദിത്യനും വേതാളം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വേതാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പറയേണ്ടതാണ് എങ്ങനെയാണ് ഭൈരവനും വേതാളവും ഒരേപോലെയുള്ള രണ്ടുപേരാ. മഹാകാളന്റെ പുത്രന്മാരായിരിക്കുന്ന ഭൃങ്കിയുടെ ശാപം കൊണ്ട് പാർവതിയുടെ ശാപം കൊണ്ട് ജനിച്ചതാണെന്നും പറഞ്ഞ് പറയുന്നതിൽ രണ്ടുപേരാണ്. ഒന്ന് ഭൈരവനും ഒന്ന് വേതാളവും. അപ്പൊ ഭൈരവൻ പൂജനീയനും വേതാളം പൂജനീയനല്ലാത്തയാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. വേതാള ദ്വാരപാലക ഇത്യർത്ഥ, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൈരവമൂർത്തി പൂജനീയനും വേതാളമൂർത്തി എങ്ങനെയാണ് പൂജനീയനല്ലാതെയാവുക? മൂർത്തി പൂജനീയനല്ല എന്നുള്ളതല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വേതാളം ഞാൻ അങ്ങനെയല്ല പറയുന്നത്. വേതാളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ഭീകരതയുണ്ട്. അതുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, സാക്ഷാൽ ഭഗവതി ഇരിക്കുന്ന സ്ഥലം വേതാളത്തിന്റെ കൂടെയാണെന്ന് പറയുമ്പോൾ അത് പൂജനീയത്വമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? അതെ, പൂജനീയനാണ്. ശ്രദ്ധിച്ചു നോക്കൂ, വേതാള ഇത്യസ്യ ദ്വാരപാലക ഇത്യർത്ഥ. ദ്വാരപാലകനാണ് വേതാളം. ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ ദ്വാരം എവിടെയാ? നമ്മളുടെ ദ്വാരം എവിടെയാ? അല്ല, പ്രാണന്റെ ഗതിയാണ്. ദേവി മറ്റു സ്ഥലങ്ങളിലൂടെ അല്ലല്ലോ കയറുക. കണ്ഠസ്ഥിതയാണ്. കണ്ഠമാണ് ദ്വാരം. കണ്ഠമാണല്ലോ ദ്വാരം, കാരണം അവിടെയാണല്ലോ. അതെ. അപ്പൊ കണ്ഠസ്ഥിതയാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും കണ്ഠസ്ഥിതയാവുന്ന ദേവി? അവിടെ കണ്ഠത്തിലാണ് പ്രാണന്റെ ദ്വാരമുള്ളത്. ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ, പ്രാണൻ നിൽക്കുന്ന ഇല്ലെങ്കിൽ വർഷണം ചെയ്യുന്നത് എവിടെയാ? മേഘം എവിടെയാ നിൽക്കുന്നത്? ഭൂമിയിലാണോ മുകളിലാണോ? മുകളിലാണ്. എന്തുകൊണ്ടായിരിക്കും? അപ്പോ നമ്മളുടെ ഇവിടെ തുടങ്ങുന്നത് എവിടെ നിന്നാ? നമ്മളുടെ ആകാശം നിൽക്കുന്നത് എവിടെ നിന്നാ? ഔട്ട്സൈഡ്, അതായത് നമ്മളുടെ ശിരസ്ഥാനമാണോ? നമ്മളുടെ ശിരസ്ഥാനത്തിലാണല്ലോ ആകാശം നിൽക്കുന്നത്, അല്ലേ? അതെ അതെ അതെ. അപ്പൊ എവിടെ നിന്നായിരിക്കും വർഷണം തുടങ്ങുക? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രാണനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ പ്രാണൻ മൂക്കിക്കൂടെ വരുന്ന ആദ്യം ചേരും നിങ്ങളുടെ കണ്ഠത്തിലല്ലേ കുട്ടി? അതെ അതെ. അപ്പൊ അവിടെ നിന്നല്ലേ നിങ്ങൾക്ക് വർഷം വരൂ? അതെ അതെ, തീർച്ചയായിട്ടും. പുറത്തെ പ്രാണൻ വിടൂ. നിങ്ങൾ അന്തർമുഖമായ ദേവത എടുക്കുമ്പോ പ്രാണനും ജലവും ചേരണ്ടേ? ചേരണം. നിങ്ങളുടെ പ്രാണൻ ആദ്യമായിട്ട് കയറുന്ന സ്ഥലം എവിടെയാ?
കണ്ഠമാണ്. കണ്ഠമാണ്. അപ്പൊ ദേവത എവിടെ ആദ്യം തുടങ്ങുന്ന എവിടെന്നാ? അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ശരി, എന്തുകൊണ്ടായിരിക്കും അതിനെ കണ്ഠം മുതൽ ഹൃദയം വരെയുള്ളതിനെ മരുത്തെന്ന് വിളിക്കുന്നതിന്? ഇപ്പോ ഹനുമാന്റെ പേര് പറയും, പവനപുത്രനാണ്, മാരുത തുല്യവേഗനാണ്. എന്താ കാരണം? അവിടെ ഗതിയുണ്ട്. പവനൻ എന്ന് പറഞ്ഞാൽ അഗ്നിയോട് ചേർന്ന് നിൽക്കുന്ന പ്രാണനെയാണ് ആര് പറയാ? പൂയതേ അഗ്നി സംയോഗേന. യാതെന്നാണോ അഗ്നി സംയോഗം കൊണ്ട് ഉയരുന്നത് ഇല്ലെങ്കിൽ നിൽക്കുന്നത്, അതിനെയാണ് പവനൻ എന്ന് പറയുക. അതായത് ഉദരത്തിൽ ഉണ്ടാകുന്ന അഗ്നിയോട് ചേർന്ന് നിൽക്കുന്ന പ്രാണനെയാണ് പവനൻ എന്ന് പറയുക. മരുത്തെന്ന് പറഞ്ഞാൽ മ്രിയതേ ഇതി, ഏതൊന്നില്ലെങ്കിലോ മരിക്കുന്നത്, അതിനെയാണ് മരുത്തെന്ന് പറയുക. അത് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? കണ്ഠത്തിൽ നിന്ന് ഹൃദയം വരെയുള്ള പ്രാണൻ. അതിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഹൃദയത്തിലേക്ക് എത്തിയാലേ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവൂ. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രാണൻ എവിടെയാ നിൽക്കുന്നത് ശരിക്കും? പ്രാണൻ തുടങ്ങുന്നത് എവിടെ നിന്നാ? കണ്ഠത്തിലൂടെ കയറി ഹൃദയം വരെയാണ് എത്തുകയാണോ? ഹൃദയത്തിലെത്തിയാൽ എന്റെ പ്രാണനായി. അല്ലെങ്കിൽ ഹൃദയത്തിലെത്തിയില്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ലല്ലോ. അതായത് ഭൂമിയിലെ ജലം എന്ന് പറയണമെങ്കിൽ മുകളിൽ നിന്ന് താഴെ എത്തണം, വേണ്ടേ? അതെ. അപ്പൊ ഭൂമിജമായിരിക്കുന്ന പ്രാണനിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ സാമാന്യമായിട്ട് കണ്ഠസ്ഥിതയായിട്ട് പറയുക. അവിടെ നിന്നാണ് വർഷണം ചെയ്യുന്നത്. ദേവി നിൽക്കുന്ന സ്ഥാനം കണ്ഠമാണ്. ഇതേ കാരണം കൊണ്ടാണ് നരസിംഹത്തിന്റെ അർത്ഥം പറയുന്നത് നൃനയതീതി നരഹ സിംഹ ഇത്യസ്യ. ഇതേ അർത്ഥം തന്നെ അവിടെ നരസിംഹത്തിന് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? നരസിംഹത്തിന്, നിങ്ങളൊന്ന് നരസിംഹത്തിന്റെ കഥയും കൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും. വീടിന്റെ അകവും പുറമില്ലാത്ത സ്ഥലം ശരീരത്തിൽ ഏതാ? ഈ പറഞ്ഞ കണ്ഠമാണ്. അകത്തുമല്ല പുറത്തുമല്ല. അതെ, അകത്തുമല്ല പുറത്തുമില്ലാത്തത് കണ്ഠമാണ്, സന്ധിയാണ്. എന്തുകൊണ്ടായിരിക്കും? ശിരസ്ഥിതമായിരിക്കുന്നതും അതേമാതിരി തന്നെ ശരീരജവുമായിരിക്കുന്ന രണ്ട് ഭാഗങ്ങളുടെ സന്ധിഭാഗമാണ് സന്ധ്യ. മേധയുടെയും മനസ്സിന്റെയും ഇടയിലാണ്. അതുകൊണ്ട് അതാണ് സന്ധ്യ. കണ്ടോ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവന്റെ ശബ്ദമാണ് അവന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതിനെ സംഹരിക്കണത് എവിടെ നിന്ന് വേണം? കണ്ഠത്തിൽ നിന്നാണ്. കണ്ഠം ഭിത്വാ വിനിർഗത. ശബ്ദം വൃത്തികേടുകളെല്ലാം പറയുന്നത് കണ്ഠത്തിന്റെ ആധാരമായിട്ടാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹൃദയസ്ഥിതമായിരിക്കുന്ന വലിച്ചു കീറണം. ഹൃദയത്തെ വിഷയരീതി. ആ വിഷയത്തെ സംഹരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ഹൃദയത്തെ തന്നെ ഭേദിക്കണം. കണ്ടോ? അപ്പോ യുക്തി എടുക്കുന്നതാണ്. അതായത് നിങ്ങളെ ബോധിപ്പിക്കാൻ ആശയത്തെ സ്പഷ്ടീകരിക്കുന്നതാണ്. ഉപമ എടുത്തുകൊണ്ട് അതിലൂടെ സഞ്ചരിപ്പിക്കുന്നതാണ് ധ്യാനം. കൃത്യമായോ? ഇനി ത്രിനയനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയി. ഒരൊറ്റ പ്രാണൻ മൂന്നായി സഞ്ചരിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ ചലനമെല്ലാം നിൽക്കുന്നത്. നോക്കിക്കോളൂ, അകത്തേക്ക് പ്രാണൻ എടുക്കുന്നു, അത് നിങ്ങളുടെ ശരീര പൂർണ്ണവർത്തിയായി സഞ്ചരിക്കുന്നു, അപ്രത്യക്ഷമാകുന്നു. വീണ്ടും എടുക്കുന്നു, വീണ്ടും സഞ്ചരിക്കുന്നു, വീണ്ടും അപ്രത്യക്ഷമാകുന്നു. ഇനി ഒന്ന് നോക്കിയേ, ത്രിനയനാം, മൂന്ന്. തൃന പ്ലവന തരണയോഹോ, ഉണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമാകുന്ന സമുദ്രത്തെ പോലെ. നയനാം, നിങ്ങളെ നയിക്കുന്നവളാണ്. എന്താ നയനവും അക്ഷിയും തമ്മിലുള്ള വ്യത്യാസം? രണ്ട് കണ്ണുകളെയാണ് സൂചിപ്പിക്കുന്നത്. അക്ഷി എന്ന് പറഞ്ഞാൽ അതെ, അതെ, അത് ഗുണം പറയുന്നതാണ്. അക്ഷി എന്ന് പറഞ്ഞാൽ അശ്നുതേ വ്യാപ്നോതി. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ചന്ദ്രനെ കാണുകയാണെങ്കിൽ അക്ഷി, എന്റെ ഇവിടെ നിന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ അവിടെ വരെ വ്യാപിക്കുന്നതാണ്. നയനം എന്ന് പറഞ്ഞാൽ നീയതേ ഇതി നയനം, നിങ്ങളെ നയിക്കുന്നതാണ്. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ നയിക്കുന്നതാണ് നയനം. കണ്ടോ? അപ്പൊ ത്രിനയനം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാവത്തിൽ നിങ്ങളെ നയിക്കുന്നവളാണ് ഈ പ്രാണസ്വരൂപിണിയായ ഭഗവതി. അത് ഇച്ഛാജ്ഞാനം ക്രിയാരൂപത്തിലാണ് നിലനിൽക്കുക. നിങ്ങളുടെ ബുദ്ധിയെ ചലിപ്പിച്ച് നിങ്ങളുടെ ജ്ഞാനത്തിന്റെ ഭാവമായി നിങ്ങളുടെ ക്രിയാരൂപത്തിലാണ് ഇത് സഞ്ചരിക്കൂ. അപ്പോൾ മൂന്ന് രൂപത്തിൽ നിങ്ങളുടെ പ്രാണന്റെ മൂന്ന് സ്വരൂപമായിരുന്നുകൊണ്ട് നിങ്ങളെ ചലിപ്പിക്കുന്നതാണ്. ഇനി വേതാളം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേഗത്തിൽ എളുപ്പമാവും. സാമാന്യമായിട്ട് വേതാളം എന്ന് പറഞ്ഞാൽ അജശബ്ദത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അജം എന്ന് പറഞ്ഞാൽ
ഉണ്ടാവുകയോ ഉത്പത്തിയോ ഇല്ലെങ്കിൽ നാശമോ ഇല്ലാത്തത്. ന ജായതേ നമ്രിയതേ ഇതി, ഇല്ലെങ്കിൽ ന ജായതേ, ഇല്ലാത്തത്, ജനിക്കാത്തത് എന്തോ അതാണ് അജം. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഉണ്ടാക്കപ്പെടാത്ത സാധനം എന്തായിരിക്കും ലോകത്ത്? പ്രാണനാണ്. ഏകഹ നിത്യഹ വിഭു. അതിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ദേവി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പ്രാണനോട് ചേർന്നിരിക്കുന്ന ജലസ്വരൂപത്തിലാണ്. പ്രാണനും ഇതും രണ്ടായി പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേതാളമൂർത്തി എന്ന് പറഞ്ഞാൽ ജലരൂപത്തിൽ ആ പ്രാണനും ഇതോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഭാവത്തെയാണ് വേതാളം എന്ന് പറയുക. അതുകൊണ്ടാണ് ഭൂതാധിഷ്ഠിത എന്ന് പറയുന്നത്. ഭൂതമാണ്, പഞ്ചഭൂതങ്ങളിലെ പ്രാണനോട് ചേർന്ന് നിൽക്കുന്നതാണ് ദേവി എല്ലായ്പ്പോഴും. സൃഷ്ടിയുടെ മൂലമായിരുന്നുകൊണ്ട് നിങ്ങളുടെ പഞ്ചഭൂതാധിഷ്ഠിതമായ പ്രാണനിൽ ജലമായി ചേർന്നുകൊണ്ട് അന്നപൂർണയായിരുന്നുകൊണ്ട് ശരീരത്തിൻ്റെ സൃഷ്ടിക്ക് മൂലകാരണമായിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും ദേവിയുടെ ഗുണം എങ്ങനെ മാറും? ഈ 5 മേഘങ്ങളുടെ സൃഷ്ടിക്രമം അനുസരിച്ച് ദേവിയുടെ സ്വരൂപം മാറും. ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഭദ്രകാളിയായി, ഭതി കല്യാണി. ശബ്ദസ്വരൂപമായി ഗതിക്ക് കാരണമായിരിക്കുമ്പോൾ അവൾ ആരായി? ഭദ്രകാളിയായി. ഹൃദയത്തിൽ നിന്ന് ഗതിക്ക് മാത്രമായിട്ടിരിക്കുമ്പോൾ അവൾ കാളിയായി. ശബ്ദസ്വരൂപം മാത്രമായിരിക്കുമ്പോൾ അവൾ ശ്രീഭദ്രയായി. അന്നത്തിന്റെ പരിവാഹ സ്വരൂപിണിയാകുമ്പോൾ സാക്ഷാൽ അന്നപൂർണയായി. കണ്ടോ? രക്തത്തിലിരുന്നുകൊണ്ട് ഗതിക്ക് പൂർണ്ണമായിരിക്കുമ്പോൾ അവൾ രക്തേശ്വരിയായി. അഗ്നിരൂപം മാത്രമായിട്ടിരിക്കുമ്പോൾ സാക്ഷാൽ ദുർഗയായി. മറ്റേ ഇടയ്ക്കൊന്ന് കട്ടാവുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിട്ടാണ് വരുന്നത്. ഇപ്പോ ഈ ദേവിയെ തന്നെ ഒരേ ദേവതയാണല്ലോ പ്രാണനായിട്ട് നിൽക്കുന്നത്. ശ്രദ്ധിച്ചോളണം, ഒരേ ദേവതയാന്ന് പറയുമ്പോഴും വ്യത്യസ്തമായ അസ്തിത്വങ്ങളുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കൃഷ്ണ, പറയൂ. ഇപ്പോ കണ്ഠത്തിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോ അവൾ കാളിയായി. ഒന്നുകൂടെ പറയാം. പുറത്തു നിന്ന് അകത്തേക്ക് വരുമ്പോ കൃഷ്ണൻ കാളിയുടെ രൂപമാണെന്നല്ലേ പറയാ. അപ്പോ ക്ലീം കൃഷ്ണ ആയ നമ. അപ്പൊ കം വായു ആത്മനേ നമ, ലം പൃഥ്വി ആത്മനേ നമ. പുറത്തുനിന്നുള്ളതായ പ്രാണൻ അകത്തേക്ക് എടുക്കുന്ന ശക്തിസ്വരൂപിണിയായ ദേവിയെ കാളി എന്ന് വിളിക്കുന്നു, അല്ല കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ഉദരത്തിലേക്ക് എത്തുന്ന ശക്തിക്ക് മൂലമായിരിക്കുന്നവളെ കാളി എന്ന് വിളിക്കുന്നു. ഉദരത്തിലെ സ്വരൂപമായ സാക്ഷാൽ ഭദ്രയായിട്ടിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഇതായിട്ടിരിക്കുമ്പോൾ ഭദ്രകാളിയായി. ഭദ്ര മാത്രമായിരിക്കുമ്പോൾ ഭതി കല്യാണേ, അവൾ ശബ്ദസ്വരൂപിണിയായിരിക്കുമ്പോൾ ഭദ്രയാണ്. അന്നത്തിന്റെ പരിഭാഗത്തിന് കാരണമായിരിക്കുന്ന ഭൗമം ദിവ്യം ജാഠരം എന്ന് പറഞ്ഞ 3 അഗ്നിയായി മാറുമ്പോൾ അവൾ ദുർഗയാണ്. അഗ്നി മാത്രമായിട്ടിരിക്കുന്ന സമയത്ത് അവൾ ഹ്രീംകാരിയാണ്. അന്നത്തിന്റെ പരിഭാഗം ചെയ്തുകൊണ്ട് രക്തത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൾ രക്തേശ്വരിയാണ്. മാറുന്നുണ്ടോ? ഓരോ സ്ഥലങ്ങളിലിരിക്കുമ്പോൾ ഓരോ ദേവത ഓരോ കർമ്മത്തിന് വരുന്ന അനുസരിച്ച് എന്ത് വ്യത്യാസം വരും? സ്വരൂപ വ്യത്യാസം വരും. അപ്പോൾ ഈ ദേവത എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഖഡ്ഗം ഖേട കപാല ദാരുപശ്യരകൃത്വ എന്ന് പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖഡ്ഗം എന്ന് പറയുന്ന 2 ആക്കുന്നതാണ്, ആണല്ലോ വാള്. പുറത്ത് നമ്മൾ ദേവത ശത്രുക്കളെ സംഹരിക്കുന്നു, ഇല്ലെങ്കിൽ 1നെ 2 ആക്കുന്നു. അതിന്റെ ഗുണം എന്തായിരിക്കും? ഖഡ്ഗം ധരിക്കുന്നത് എന്തിനാ? 2 ആക്കാൻ വേണ്ടിയാണ്, ആണല്ലോ. സംശയമില്ല. ഇനി അകത്തേക്ക് 2 ആക്കുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 1ന്റെ വൃദ്ധി, മൾട്ടിപ്ലിക്കേഷനാണ്. ശരിയല്ലേ? ഉള്ളിലേക്ക് ചെല്ലുന്നു, അത് വിഘടിപ്പിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അന്നത്തിന്റെ ഛേദിച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പുറത്തുണ്ടാകുന്ന അതേ സൃഷ്ടി തന്നെ അകത്തേക്ക് വന്നാൽ വാളെടുത്ത് അകത്താരും വെട്ടില്ലല്ലോ. അതിന്റെ ഗുണത്തെ യോജിപ്പിക്കൂ. ഖഡ്ഗത്തിന്റെ പുറത്ത് ഛേദനമാണെങ്കിൽ അകത്തെന്തിനെ ഛേദിക്കുന്നത്? അന്നത്തിന്റെ ഛേദനമായിരിക്കാം, കോശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കാം. ഇതെല്ലാം ഖഡ്ഗത്തിന്റെയാണ്, അല്ലേ?
വെട്ടിമുറിച്ച് രണ്ടാക്കി ഇനി വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തിന്റെ ഛേദനമാണെന്ന് പറയുമ്പോഴാണ് അടുത്ത സെക്കൻഡിൽ പറയാണ് ഖേടഹ. എന്താ ഖേടം? ഖേടം ആയുധമാണെന്നൊക്കെയാണ്, പക്ഷെ ഇവിടെ നേരെ പറയുന്നു ഖേടഭക്ഷണേ. കണ്ട എന്താ അർത്ഥം? ഭക്ഷണേ. ഖേടം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അപ്പോ ദേവത എന്തിനാ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഖേടഭോജനേ, ഭക്ഷിക്കുന്നതിനെയാണ്. നിങ്ങൾ പുറത്തുണ്ടാകുന്ന ഒരു സാധനത്തെ എടുക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് എടുക്കും. ശരി, ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്നാണ് വാളിനെ എല്ലായ്പ്പോഴും ശത്രുവിനെ കൊല്ലുക എന്ന് പറയുന്നത്. നിങ്ങൾ പണ്ട് സാമാന്യമായിട്ട് ജീവിതത്തെ കണക്കാക്കിക്കേ, എന്തിനായിരിക്കും നിങ്ങൾ വാളുകൊണ്ട് വെട്ടിയിരുന്നത്? ശത്രുക്കളെ ആയിരുന്നോ? അതാ ജീവിതവൃത്തിയാണോ? ജീവിതവൃത്തിയായിരുന്നു. എന്തിനായിരിക്കും വെട്ടുക അപ്പോ? അത് അന്നം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് പുല്ല് നടത്തുന്നു, അത് പുല്ല്. അപ്പോ പുറത്ത് നമുക്ക് ശത്രു എന്നൊരു സാധനം യഥാർത്ഥത്തിൽ ഇല്ല. നിങ്ങളുടെ ഗുണമാണ്, നിങ്ങളുടെ രാഗാദികളാണ് ശത്രുവിന്റെ ആധാരം. അപ്പോൾ ദേവതയെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമാണതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാൾ അരിവാളെന്ന് പറയുന്നത് വെട്ടാനുള്ളത്. എൻ്റെ വീട്ടിൽ അരിവാൾ എന്തിനാ? കൊയ്യാനാണ്. എന്തിനാ കൊയ്യാനാ? പുറത്തുള്ള തൃണത്തെയാണ്. തൃണം, പുല്ല്, കതിര് കൊയ്യാനാ. അപ്പൊ പുറത്തുള്ള അന്നത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ അരിവാൾ വെച്ചെങ്കിൽ എൻ്റെ അകത്തെന്തായിരിക്കും? അതെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ശത്രു എന്ന് പറയുന്നത് കൊണ്ടാ. അപ്പൊ ഈ മഹാകാളി എന്ന് പറയുന്ന, കാളി എന്ന് പറയുന്ന രൂപത്തിൽ ഈ പറയുന്ന ദംഷ്ട്രീം, മറ്റേ ചോര ഇറ്റുന്ന നാവും, അതെ. എന്താ കാര്യം? ദംഷ്ട്രം എന്നെല്ലാം നിങ്ങൾ പറയുമ്പോ ഉണ്ട്. അതിപ്പോ മഹാകാളി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, മഹവൃദ്ധവും വൃദ്ധിക്ക് കാരണമായിരിക്കുന്ന ഗതിയാണ് മഹാകാളി എന്ന് പറയുന്നത്. നിങ്ങൾ മഹാനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ വൃദ്ധിയെ പ്രാപിച്ചു എന്നാണേ, അല്ലേ? മഹാത്മാവ്, മഹാൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ സാമാന്യയിൽ നിന്ന് ഉയർന്നപ്പോഴാണ് നിങ്ങൾ മഹത്വം കൽപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ മഹാകാളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ കാളി നല്ല അർത്ഥം, വൃദ്ധിക്ക് കാരണമായിരിക്കുന്നതാണ്. ആശയം കൃത്യമാണോ? ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ അടുത്ത് ഇന്ന് നീങ്ങൂല. അപ്പൊ ഇല്ലെങ്കിൽ എല്ലാം കൂടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകും. ഇനി ഒന്ന് ചിന്തിച്ചേ. കാളി മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കേട കപാലദാരുകശിരകൃത്വ കരാഗ്രേഷു ച. ബാക്കിയുള്ള രണ്ടെണ്ണം നിൽക്കട്ടെ. ഇനി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ എത്തി? നമുക്ക് വാള് കണ്ടാൽ ശത്രുവിനെ കൊല്ലുന്നതാണെന്ന് സങ്കല്പിക്കുന്നതുകൊണ്ടാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടെന്നാ ശത്രു? എന്തിനാ ശത്രു? നിങ്ങൾ സങ്കല്പിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. നമ്മൾ ശത്രുത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ശത്രുവിനെ കൊല്ലുന്നതായിരിക്കാം, അതൊക്കെ ശരിയാണ്. വാൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ പണ്ടുണ്ടാക്കിയിരുന്ന അരിവാള് ഒരു സാധനത്തിനേ ഉള്ളൂ, കൊയ്യാൻ. ശരിയല്ലേ? അപ്പൊ പുറത്ത് കൊയ്യാനാണെങ്കിൽ അകത്തെന്തിനായിരിക്കും? അതേ അന്നത്തിന്റെ പരിഭാഗത്തിനായിരിക്കും. പുറത്ത് അന്നത്തിന് വേണ്ടിയിട്ടുള്ളത് കൊയ്യാനാണെങ്കിൽ അകത്ത് അന്നത്തിന്റെ പരിപാലനം അതാണ്. അതെ. അപ്പൊ ഖേടം എന്ത് വിചാരിക്കും? ഖേടഭക്ഷണേ, ആ ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ് പറയേണ്ടത്. തൃണമാണ്. അതുകൊണ്ട് തന്നെ ഖേടത്തിന് തൃണം എന്ന് നേരെ തന്നെ പറയുന്നുണ്ട്. എന്തിനു ഛേദിക്കുന്നവരാണ്? ഭക്ഷണത്തെ ഛേദിക്കുന്നവളാണ്. വീണ്ടും പറയാണ്, എന്തിനു വേണ്ടി ഛേദിക്കുന്നതാണ്? കപാലത്തിന് വേണ്ടിയിട്ട്. എന്താ കപാലം? കമ്പാലയതീതി. നിങ്ങളുടെ ശിരസിനെയും നിങ്ങളെയും ഇതാക്കാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? എങ്ങനെ പാലിക്കുന്നു? ദാരുകഹ ദ്രവിണാതീതി. അതിനെ ഛേദിച്ചുകൊണ്ട് ഒന്നിനെ മറ്റൊന്നാക്കിക്കൊണ്ട്. കപാലം എന്ന് പറഞ്ഞാൽ ജലം ശിരോവ പാലയതീതി. കം ജലം ശിരോവ പാലയതീതി. ജലത്തെ പരിവാഹം ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ പാലിക്കുന്നവളാരോ അവൾ കപാലി. എന്തുകൊണ്ടായിരിക്കും? അവൾ വർഷമായതുകൊണ്ട്. സൃഷ്ടിയുടെ മൂലമാണല്ലോ.
ഇനി ഒന്ന് സങ്കല്പിച്ചേ, ധ്യാനത്തിന്റെ അവസ്ഥ എങ്ങോട്ടേക്കാ പോകുന്നു? അതെ, ഇതിനെയാണ് നമ്മളെല്ലാം കൂടെ ഭീകര രൂപിയായിട്ട് പറയുന്നത്. നോക്കൂ, നിങ്ങൾക്കിപ്പോ ഈ ഇവിടെയാണ് സങ്കല്പത്തിന്റെ പ്രശ്നം. ഞാനൊരു ഉദാഹരണം ചോദിച്ചു തരാം, എന്നിട്ട് അവസാനിപ്പിക്കാം. നരസിംഹമൂർത്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഭീകരമല്ലേ? ഭീകരാണ്. ശരിക്കും പ്രഹ്ലാദൻ നാരായണനെയാണോ ഭജിച്ചത്, നരസിംഹത്തെയാണോ? നാരായണന്. അപ്പൊ ആർക്കാണ് ശരിക്കും നരസിംഹം? പ്രഹ്ലാദനാണോ മുമ്പിലുള്ള അസുരനാണോ? പ്രഹ്ലാദന് പ്രഹ്ലാദന് അത് മുമ്പിൽ വന്നിരിക്കുന്നത് നാരായണമൂർത്തിയാണ്. അസുരനോ? ഹിരണ്യകശിപുവിനാണ് അത് നരസിംഹമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി പറയൂ, കാളി നമുക്ക് ഏതാണ്? അന്നപൂർണയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതിയാണോ? സംഹാരിണി, ശത്രുക്കൾക്ക് സംഹാരഭാവം, അത് അമ്മയുടെ ഭാവമാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് നരസിംഹമാണോ നാരായണനാണോ? എനിക്ക് നാരായണനാണ്. ഇനി പറയൂ, കാളി എങ്ങനെയാ ക്രൂരനാവുക? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ഭയങ്കര ഇതായിട്ട് മാറുന്നത് നമുക്കാണോ മറ്റുള്ളവർക്കാണോ? നമ്മള് ശത്രു രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ കാളി നമുക്ക് എതിരായി നിൽക്കും. അപ്പൊ മഹാകാളി ആ ഭീകര രൂപത്തിൽ നമ്മൾ കാണേണ്ടി വരും. അല്ല, അമ്മയായിട്ട് കാണുകയാണെങ്കിൽ ഈ പറയുന്ന ഭീകര രൂപം ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ആരെയാണ് ഭജിക്കേണ്ടത്? ശത്രുവായിട്ടാണോ മിത്ര അമ്മയായിട്ടാണോ? ഇവിടെയാണ് വലിയ വ്യത്യാസം വരുന്നത്. ഒന്നും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ശരിക്കും മേഘം എന്നുള്ളതാണല്ലോ ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചത്. മേഘത്തിന് മാത്രം വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറയും. വാരിവാഹ, വാരിയിടി വഹതീതി. നിങ്ങൾക്ക് സ്വീകരിക്കാനുതകുന്ന ജലമാണ് വാരി, അതിനെ വഹിക്കുന്നവളാണ് ഇല്ലെങ്കിൽ മേഘം. സ്തനയിത്നുഹു എന്നാണ് മേഘത്തിനൊരു പേര്. ശബ്ദം ഉണ്ടാക്കുന്നതാണ്. സ്തന ദേവശബ്ദേ എന്നുവെച്ചാൽ സാമാന്യ ശബ്ദമല്ല, ദേവശബ്ദം, ദ്യോതന രൂപമായ ശബ്ദം ഉണ്ടാക്കുന്നതാണ് സ്തനയിത്നുഹു. ഇനി ബലാഹകഹ, യാതൊരുളാണോ ബലത്തെ പ്രാണനെ കൊണ്ടുവരുന്നത് അതാണ് ബലാഹകൻ. ധരാധരഹ, ധരാന്ധരതീതി, യാതൊന്നാണോ ധരിക്കുന്നത് അതിനെ ധരിക്കുന്നതാണ്. ധരിക്കുന്നത്, നമ്മളെ ധരിക്കുന്നത് പ്രാണനാണ്. ആ പ്രാണനെ ധരിക്കുന്നതാണ് ജലം. ശ്രദ്ധിച്ചു നോക്കിയേ, പ്രാണൻ മാത്രമായിട്ട് കാര്യമില്ല, ജലം വേണേ. അപ്പോൾ ധാരാധരഹ അല്ലെങ്കിൽ ധാരാധരഹ എന്ന് മേഘത്തെ പറയുന്നതിന്റെ കാരണം എന്താ? ധരിക്കുന്നതായ പ്രാണനെ പോലും ധരിക്കുന്നവളാണ് ഭഗവതി. പ്രാണന്റെ കൂടെ തന്നെ നിന്ന് ജലരൂപിണിയായിട്ട് നിൽക്കുന്നുണ്ടേ. അതുകൊണ്ട് ഇനി തടിത്വാൻ മേഘത്തിന്റെ പേരാണ്. തടിത് വിദ്യുത് അസ്ത്യസ്യേതി, അവൾ വിദ്യുത്തിനെ ഉണ്ടാക്കും. അതായത് ശരീരത്തിൽ ഘർഷണം ഇതുണ്ടാക്കിയിട്ട് വിദ്യുത്തിനെ ഉണ്ടാക്കുന്നവളാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ശരീരം ചലിക്കൂ. അംബുഭൃത്, അംബും വിഭർത്തി, ആ ജലത്തെ ധരിച്ച് പോഷണം ചെയ്യും. ജലത്തെ ധരിക്കുക മാത്രമല്ല, അതിന്റെ പാലന പോഷണം ചെയ്യുവൾ. ഘനതി, ഘനഹ ധനതി ദീപ്യതേ, അവൾ ശരീരത്തിന് ദീപനുണ്ടാക്കും. അഗ്നിസ്വരൂപിണിയായിരുന്നുകൊണ്ടും ജലസ്വരൂപിണിയായിരുന്നുകൊണ്ടും ഈ ദീപനത്തെ ചെയ്ത് എന്ത് ചെയ്യും? അവൾ ദീപനം ചെയ്യും. ദീപനം എന്ന് പറഞ്ഞാൽ ദ്യുതിയില്ലേ? ഓ, നീ ജീവിച്ചിരിക്കുന്ന, മരിച്ചാലും ജീവിച്ചാലുള്ള വ്യത്യാസം എന്താ? മരിച്ചു കഴിഞ്ഞാൽ ദീപനം ഉണ്ടാവില്ല. ജീവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ജീവനുണ്ട്, ആ ദീപനം ഉണ്ടാവും. അതിനാണ് നമ്മൾ ദീപനത്തെ ചെയ്യുന്ന പറയാ. അതെ, ജീമൂത എന്ന് പറഞ്ഞാൽ നിലനിർത്തും. നിങ്ങളെ നിർത്തുന്നത്, പ്രാണനോട് ചേർന്ന് നിലനിർത്തുന്നത് അവതായതുകൊണ്ട് ജീമൂത. ഇനി മുതിരഹ എന്നാണ്. മോതന്തേ അനേന പ്രചായതി, സൃഷ്ടിക്ക് കാരണമായി വിഭാഗത്തെ ഉണ്ടാക്കുന്നതാണ്. മുതു സംസർഗേ മോദേ, നിങ്ങൾ ആനന്ദത്തെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ സൃഷ്ടിക്ക് മൂലമായി അവൾ ഇരിക്കും. കാരണം അന്നത്തിൽ നിന്നാണല്ലോ രസം, അതിൽ നിന്നാണ് സൃഷ്ടിയുടെ കാരണം. അതുകൊണ്ട് അവളെ മുതിര എന്ന് വിളിക്കുന്നു. അതായത് മേഘത്തിന് മുതിര എന്ന് വിളിക്കുന്നു. ധൂമയോനിഹി, എല്ലാത്തിൻ്റെയും ഉത്പത്തിക്ക് കാരണമായിരിക്കുന്നതാണ് വർഷമേഘം. അതുകൊണ്ട് ദേവിയും ഈ ഉത്പത്തിക്ക്, എല്ലാ ജീവജാലങ്ങളുടെയും ഉത്പത്തിക്ക് കാരണമായിരിക്കുന്നതാണ്. കന്ധരഹ, കം ജലം ധരതി ധാരയതീതി, സ്വയം ധരിക്കുകയും മറ്റൊന്നിനെ ധരിപ്പിക്കുകയും ചെയ്യുന്നവളാണ് മേഘം. അതുകൊണ്ട് അതേ മേഘസമപ്രഭയാണ്. അബ്ദഹ അവതി സീമാനം രക്ഷതീതി, നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ
ഒരേ സമയം തന്നെ ജലസ്വരൂപ പ്രാണനോട് ചേർന്ന് ജലത്തോട് ചേർന്നിരുന്നുകൊണ്ട് നിങ്ങളുടെ മനുഷ്യന്റെ ആ സീമയെ സംരക്ഷിച്ചു നിർത്തുന്നത് ദേവിയാണ്. പർജന്യ പൃഷസേചനെ, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നോക്കിക്കോളൂ. എല്ലായ്പ്പോഴും ഭക്ഷണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇല്ലല്ലോ. വൃഷ്ടി വേണ്ട സമയത്താണ് എന്ത് വേണ്ടത് പറയാ, ഭക്ഷണം ചെയ്യൂ, അന്നം കഴിക്കൂ, അന്നം കഴിക്കൂ എന്ന് പറയുന്നത് കണ്ടോ. അപ്പൊ പർഷതി സിഞ്ചതി വൃഷ്ടിന്തതാദേവി, വേണ്ട സമയത്ത് ഭക്ഷണം ചെയ്യിച്ചുകൊണ്ട് നിങ്ങളെ നിലനിർത്തും. പേചക പച്യത്തെ പചതി പച്യത്തെ വായുതി പേചക, പാകം ചെയ്യിപ്പിക്കും. ഈ മേഘങ്ങൾക്ക് ഈ പേര് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഈ മേഘമാണ് ഇത്രയും ഗുണം കാണിക്കുന്നത്. ഇതിന് തുല്യമാണ് സാക്ഷാൽ കാളി. ഇനി ഒന്ന് ചിന്തിച്ചേ. ക്ലിയർ ആയോ? ചിന്തിക്കാൻ പറ്റുമോ? ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മൊത്തം ഞാൻ പറയാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ഇരുത്തി പറയേണ്ടതാണ്, മന്ത്രോപദേശത്തോട് മന്ത്രഭാഗങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാനത്തെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നു. മനസ്സിലായി. ഇനി ഒന്ന് ഭഗവതിനെ കണ്ടു നോക്കിയേ. ഭഗവതിയെ മാത്രമല്ല, ഭഗവതിയെയും മറ്റ് കൃഷ്ണനെയും നരസിംഹമൂർത്തിയൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെയൊന്നും തോന്നില്ല, ആ രൂപമൊന്നും തോന്നില്ല ഇപ്പൊ എന്ന് കരുതി ഇതൊന്നും വിരുദ്ധമായിട്ടില്ല എന്നല്ല കേട്ടോ. ഇപ്പോ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ്, നമ്മളുടെ ഉള്ളിൽ തന്നെ രജസ്സും തമസ്സും സത്വം എല്ലാം ഉണ്ട്. അത് കാര്യകാരണ ബന്ധത്തിനെ ബേസ് ചെയ്തിട്ടാ. അതായത് അമ്മ കുട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ സാത്വികമായിരിക്കുന്ന മാതൃഭാവത്തിലാ, പക്ഷെ പുലി വരുമ്പോൾ മാത്രമേ രജസിന്റെ ആവശ്യകതയുള്ളൂ. അതുകൊണ്ട് പുലിയെ കൊല്ലാൻ വേണ്ടി ഉഗ്രരൂപം എടുത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മ എല്ലായ്പ്പോഴും വാളെടുത്തോളാണെന്ന് പറയൂ. അതെ 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 അതെ, മനസ്സിലായില്ലേ? എൻ്റെ അമ്മയാണേ. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അമ്മയാണ്. ഒരു പുലി വരുന്ന സമയത്ത് എന്റെ സംരക്ഷണത്തിന് എന്റെ അമ്മ വാളെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ എല്ലായ്പ്പോഴും വാളെടുത്തോണ്ട് നിൽക്കുന്ന ആളല്ല, അന്നപൂർണേ. ആ ഭാവത്തെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ അമ്മയ്ക്ക് ഈ ഭാവം ഉണ്ട്, അതെന്റെ സംരക്ഷണ മൂർത്തിയാണ്. പക്ഷെ എൻ്റെ അമ്മ അത് മാത്രമല്ല. കത്തിയില്ലേ? മനസ്സിലായി. ഇവിടെയാണ് ഞാൻ സ്ഥിരം പറയുന്നത്, നിങ്ങൾക്ക് നരസിംഹമാണ്. ഇപ്പൊ ദാരുകനെ അല്ലെങ്കിൽ ദാരിക ശിരസ്സാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ദാരുകൻ എന്ന അസുരനെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ, ആ കാളി ദാരുകനാണ്, എനിക്കല്ല. അതെ, ആ ഭീകരരൂപിണി ആയിട്ടുള്ള കാളി ദാരികന് മാത്രമേ കാളിയായിട്ടുള്ളൂ. അതെ, എന്നെ സംബന്ധിച്ചുള്ള എന്റെ അമ്മയാണ്. അമ്മ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കുന്ന അമ്മ. തിരിഞ്ഞു നിൽക്കുമ്പോ എന്നെ സംബന്ധിച്ചുള്ള എന്റെ മനോഹരമായിരിക്കുന്ന പുഞ്ചിരിയോട് നിൽക്കുന്ന എന്റെ അമ്മയാണ്. പക്ഷെ നേരെ തിരിച്ച് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അസുരൻ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി തിരിഞ്ഞ് അസുരനോട് നോക്കുന്നത് മാതൃഭാവത്തിൽ എന്നോട് നോക്കുന്ന രീതിയിലല്ല, അത് അസുരനാണേ. എന്നെ സംബന്ധിച്ചുള്ള എന്റെ അമ്മയാണ്. ഭാവം മനസ്സിലായില്ലേ? മനസ്സിലായി. അതെല്ലാം ഇപ്പോഴും ഓർക്കാതെ വരുമ്പോഴാണ് നമ്മളൊരു കുറച്ചുകൂടെ മാറി ഒരു വ്യത്യസ്തമായ അവസ്ഥയിൽ പോയി ചിന്തിക്കുന്നത്. നമ്മളും കൂടെ ഒരു ദ്വൈതാവസ്ഥയിലേക്ക് പോകുമെന്ന് പറയില്ലേ? അതെ, നോക്കൂ, വേണ്ട സമയത്ത് നിങ്ങൾക്ക് സത്വരജസ്തമോ ഗുണങ്ങൾ എടുത്തോളൂ. പക്ഷെ ദേവത അങ്ങനെയാണെന്ന് സങ്കല്പിച്ചാലുള്ള കുഴപ്പം വെച്ചാൽ നിങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിപ്പോകും. അത് തന്നെ കറക്റ്റ്. അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പൊ ശത്രു എന്ന് പറയുന്ന ഖഡ്ഗം കണ്ടു കഴിഞ്ഞാൽ വാളെടുത്തുകൊണ്ട് വീരത്വം കാണിക്കാൻ ലോകം ശത്രു അല്ല. 365 ദിവസം ശത്രുക്കൾ വരുന്നവളല്ല നമ്മളുടെ മുമ്പിൽ. നമ്മളെല്ലാവരും സാത്വികരായിട്ട് സത്വരജസ്തമോഗുണങ്ങൾ 3 പേരുള്ളവരാണ്. എപ്പോഴാണോ ആവശ്യകത വരുന്ന ആ സമയത്താണ് ഖഡ്ഗം പ്രയോഗിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഖഡ്ഗം വാളെടുക്കുന്ന എല്ലാം ഇപ്പോഴും പുല്ലുവെട്ടാനാ. ശത്രുത്വം എപ്പോഴാണോ വരുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ വാളിന്റെ വ്യത്യാസം വരൂ. കഴുത്തിലേക്ക് മാറുള്ളൂ. മനസ്സിലായില്ലേ? ക്ഷത്രിയത്വം വരുമ്പോഴേ വരുള്ളേ, മറ്റൊന്നിന്റെ ആവശ്യകത വരുമ്പോഴാ. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഈ ശത്രു എന്ന് കണക്കാക്കുന്നുണ്ട് ആ ദേവിയെ കാണുമ്പോ. എന്ത് ശത്രുവാണാവോ? ആശയം സ്പഷ്ടമാണെന്ന് വിചാരിക്കണം ഇപ്പോ.
അതെ, പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി കഷ്ടമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ സാമാന്യ രീതിയിൽ മിണ്ടാതിരിക്കുന്നത്. അല്ല, ഇതിപ്പോ നമ്മള് ബേസിക്കലി കൃഷ്ണൻ നമ്മളെ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ മേഘസമപ്രഭാം എന്ന് പറയുന്ന ആ ഒരു അതിൽ തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതെ, ആ ഗുണങ്ങളിലേക്കാണ് ഇവിടെ അപകടം എന്താ വെച്ചാലേ, നമ്മളെ ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നമ്മൾ ഈ മേഘത്തെ വർണ്ണമാക്കി മാത്രം എടുക്കുന്നതുകൊണ്ടാ. ഗുണമെടുക്കാരം ഭുജകശയനം എന്ന് പറയുന്നത് മേഘവർണ്ണം ശുഭാംഗം എന്ന് പറയുന്ന അതും ഇതും തമ്മിൽ വ്യത്യസ്തമാണ്, നമ്മൾ മനസ്സിലാക്കണം. അല്ല, എടുത്താൽ പോലും പ്രിയതേരി വർണ്ണ എന്ന് എടുത്താലും നമുക്ക് അത് വരിക്കുന്നതാണ് വർണ്ണം. നോക്കിയാൽ മതി, ചില ദേവതകളുടെ ശരീരത്തിലാണ് വർണ്ണമെങ്കിൽ ചില ദേവതകളുടെ വസ്ത്രത്തിലാണ് വർണ്ണം. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ അതിലേക്ക് യോജിപ്പിക്കുമ്പോൾ ഒന്ന് മറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, ഒന്ന് പ്രകടമാകുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങളെ ദേവതാ വിജ്ഞാനീയത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം വ്യത്യസ്ത ഭാവങ്ങളെ പ്രകടിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്കിപ്പോൾ മേഘം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ആരും ചിന്തിക്കാത്തതുകൊണ്ടാണ്. അതെ, കറക്റ്റ്. മേഘത്തിന് ഇത്രമാത്രം ഒരു വ്യാപകത്വമുണ്ടെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം. ഏറ്റവും തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് പറയാറുണ്ട്, ദിവ്യാംബരതരാം ദേവിയും ഘട്ക ഖേടക വാരിണിയും. കണ്ട, വാരിണിയാണ് ദേവിയെ യോജിപ്പിച്ചേക്കണം അങ്ങോട്ടേക്ക് തന്നെയാണേ. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേവതാ ധ്യാനം വളരെ ഈസിയാവും. അതെ, കറക്റ്റ്. ക്ലിയർ അല്ലേ? അതെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നോക്കൂ, രൂപം മാറില്ല, ഭാവം മാറുന്നു. ഏതാ ഞാൻ സങ്കല്പിച്ചു പോകുന്ന ഒരു ലെവല് വ്യത്യാസം ഉണ്ടല്ലോ. അതെ, എനിക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് വരയ്ക്കുമ്പോ കണ്ണേട്ടൻ ആകെ പ്രശ്നമാവും. ഇല്ല, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ദേവത ഒന്ന് തന്നെയാണ്, ഭാവസങ്കല്പത്തിലാണ് വ്യത്യാസം. ദേവത മാറുന്നില്ല. നിങ്ങൾ ക്രൂരദൃഷ്ടിയാണെന്നും പറഞ്ഞ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതിലേക്ക് ഭാവം കൽപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ക്രൂരയാണ് അമ്മ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ശരിയല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. ശരിയാ. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കാളി മേഘസമപ്രഭുവാണ് അവിടുത്തെ മെയിൻ ധ്യാനം. പക്ഷെ വിഗ്രഹം വേറെയും ദേവിയും ഭഗവതിയും. ഇനി ഒന്ന് കേരളത്തിലെ വ്യത്യസ്ത പന്ഥാവുകൾ നോക്കിയാൽ മതി. ചില സ്ഥലങ്ങളിൽ അന്നപൂർണ, ചില സ്ഥലത്തിൽ ഭൈരവി, ചില സ്ഥലത്ത് ഭദ്രകാളി, ചില സ്ഥലത്ത് ശ്രീഭദ്ര. എന്തുകൊണ്ട് അന്നപൂർണ, അകത്തിൽ ഭഗവതി, അത് മച്ചിൽ ഭഗവതി? എന്തുകൊണ്ടായിരിക്കും? കേരളത്തില് കാളിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. ആ ദേവിയുടെ ഗുണങ്ങളെ വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ദേവിയുടെ നമ്മൾ പറഞ്ഞ ഗുണങ്ങളിലെ വ്യത്യസ്ത ഭാവങ്ങളെ വ്യത്യസ്ത ആളുകൾ പൂജിക്കുന്നു. ആർക്കാണോ വിദ്യ വേണ്ടത് അത് ഭൈരവിയായിട്ടായിരിക്കാം, ചിലർക്ക് ശ്രീഭദ്രയാവും. അന്നം ഉണ്ടാക്കുന്നവർക്ക് ആ രൂപത്തിലായിരിക്കും ദേവത. എല്ലാം കാളിയാണ്, പക്ഷെ രൂപം മാറി. അതെ, രൂപം മാറുന്നുണ്ട്, അതിനനുസരിച്ച് അവരുടെ ഭാവവും ധ്യാനവും വേറെയാണേ. അപ്പോൾ ആ സ്ഥാനത്ത് ഏത് ഭാഗത്താണ്? ഇപ്പോൾ കണ്ണൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ സുഹൃത്തായിരിക്കുന്ന എൻ്റെ അനിയനെ പോലെയാണ്. പക്ഷെ അപ്പുറത്തൊരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകനായില്ലേ? അപ്പൊ കയ്യിൽ ആയുധം മാറി, രൂപം മാറി, അവസ്ഥ മാറി. അപ്പോൾ അതിനനുസരിച്ച് ധ്യാനം വേണം, അതിനനുസരിച്ചുള്ള അന്നം വേണ്ടി വരും. അപ്പോൾ കാളി ഒന്നാണെന്ന് വെച്ചാൽ കാളി ഒന്നാണ്. പക്ഷേ കേരളത്തിൽ വ്യത്യസ്തമാവുന്നതിൻ്റെ കാരണം ഓരോരുത്തരും ഈ കാളിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് വ്യത്യസ്തമായി പൂജിക്കും. ചിലർ ദുർഗയാണ്, ചിലർ ശ്രീഭദ്രയാണ്, ചിലർ ഭദ്രകാളിയാണ്, ചിലർ കാളിയാണ്. എന്തുകൊണ്ടായിരിക്കും? വ്യത്യസ്ത ഭാവങ്ങൾ ഉള്ളത് കൊണ്ട്. അവരുടെ ആ പൂജിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിച്ച ആളുകളുടെ ഭാവത്തിനനുസരിച്ച് ദേവത. അതെ, അത് പുറത്ത് അവർ കാണുന്നത്, ഉള്ളിലും അവർക്ക് അതേ ഭാവത്തിൽ തന്നെ ദേവത പ്രവർത്തിക്കും. അതെ,
കാരണം അതവർക്ക് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് തന്നെയാണല്ലോ വ്യത്യസ്തമായി എടുക്കുന്നത്. നോക്കൂ, ആ ദേവിക്ക് ഇങ്ങനെ വ്യത്യസ്തമായി ഉണ്ടായത് കൊണ്ടാണ് കേരളത്തിലെ കാവുകളിലും കളരിത്തറകളിലും വ്യത്യസ്ത ഭാവങ്ങൾ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വെക്കും? കേരളത്തിൽ കാളിയാണ് അടിസ്ഥാന മൂർത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇത് പ്രകടമായി തന്നെ കേരളത്തിന്റെ അതിദേവതയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വ്യത്യസ്തം വന്നു? ചിലർ ഭദ്രകാളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ചിലർ ശ്രീഭദ്ര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് വെച്ചാൽ ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരിക്കുന്ന മേഘത്തിന് എത്രമാത്രം വ്യത്യസ്ത ഭാവങ്ങളുണ്ടോ അത് ശരീരത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ അവർ വ്യത്യസ്ത ഭാവങ്ങളെ സങ്കല്പിച്ചു എന്നേ ഉള്ളൂ. ചിലത് വൃഷ്ടി രൂപമായിരിക്കുന്ന ദേവതയാണ്, ചിലത് അന്നപൂർണേശി അന്നമായിരിക്കുന്ന ദേവതയാണ്, ചിലത് അന്നത്തിൻ്റെ പരിഭാഗം ചെയ്യുന്നവളാണ്, ചിലത് ശബ്ദത്തെ ഉണ്ടാക്കുന്നതായ വിദ്യയ്ക്ക് പ്രധാനമായിരിക്കുന്നതാണ്, അഗ്നിക്ക് പ്രധാനമായിരിക്കുന്നതാണ്. ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടപ്രകാരം എടുത്തു. അവർക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ. കാരണം ദേവി എല്ലാത്തിനും പരിഭാഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഓരോ ദേവത അതിനനുസരിച്ച് മാറി. ശരി 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 ശരി, മനസ്സിലാക്കിക്കൊള്ളം. കാളി ഒന്നാണെന്ന് ചോദിച്ചാൽ കാളി ഒന്നാണ്, പക്ഷെ മനസ്സിലാക്കിക്കൊള്ളം വ്യത്യസ്ത ഗുണധർമ്മങ്ങൾ നിൽക്കുമ്പോൾ ദേവിയെ മാറി മാറി മനസ്സിലാക്കിക്കൊള്ളണം. അല്ല, ഇതേ രീതി തന്നെയല്ലേ നമ്മുടെ ദശാവതാരം എന്ന് ഇതേമാതിരി തന്നെ വ്യത്യസ്തമായ ഓരോന്നിനും ഓരോ രീതി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനാകെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ കണ്ണ മന്ത്രോദ്ധാരമാണ് ഇതിന്റെ ആധാരം. നിങ്ങൾക്കിത് മനസ്സിലാണ്. ഇപ്പോൾ ദും ദുർഗായേ നമ എന്ന് പറഞ്ഞാൽ ഉകാരം സ്ഥിതിയിലെ സ്ഥിതിയാണ്. ഘ്രൂം നമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം സ്ഥിതിയിലെ സംഹാരമാണ്. ഐം നമ എന്ന് കേട്ടാൽ ഉറപ്പിച്ചോളണം സംഹാരത്തിൻ്റെ ഉപരിദേവതയാണ്. ഇങ്ങനെ മന്ത്രോദ്ധാര പദ്ധതിയുണ്ട്. ആ മന്ത്രോദ്ധാര പദ്ധതി നഷ്ടമായതുകൊണ്ടാണ് ഇന്നത്തെ പ്രശ്നം. അതായത് ഒരു ദേവതയുടെ മന്ത്രം കണ്ടാലോ ധ്യാനം കണ്ടാലോ അത് ഏത് ഭാഗത്ത് എന്തിനിരിക്കുന്നു, ഏത് കർമ്മത്തിനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു മന്ത്രോദ്ധാര പദ്ധതി കേരളത്തിലുണ്ടായിരുന്നു. ആ പദ്ധതി പോയതാണ് ഇന്നത്തെ പ്രശ്നം. അതോടുകൂടെ ധ്യാനം എന്തിനാണെന്ന് മനസ്സിലാകാതെയായി. എല്ലാത്തിനും ഒരേ ധ്യാനം കൊണ്ടുവന്നു. എല്ലാം കാളിയാണെന്നായി. എല്ലാം കാളിയാണ്, പക്ഷേ മനസ്സിലാക്കേണ്ട അവർക്ക് വിവിധ ധർമ്മങ്ങളുണ്ടല്ലോ. എനിക്കൊന്ന് ക്ലിയർ അല്ലേ? അതെ, പുല്ല് വെട്ടുന്ന ഒരേ വാളുകൊണ്ട് തന്നെ പുല്ല് വെട്ടുന്നതും മരം വെട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതെ, എന്തിനു വേണ്ടി ഏതിനു വേണ്ടി എങ്ങനെയെന്ന് ശരിയല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഗുരുനാഥൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്, എടാ കൃഷി ഉണ്ടാക്കുന്ന സമയത്ത് പുല്ല് വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ആ പുല്ലിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി കള വെട്ടാനും ആദ്യം അത് ഉപയോഗിക്കൂട്ടോന്നു. മനസ്സിലായോ? അപ്പൊ ആ പുല്ലിന്റെ നിലനിർത്തുക എന്നുള്ളതാണ്. ആ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ വാൾ എന്തിനുപയോഗിക്കുക, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. കളവെട്ടലല്ല എൻ്റെ ജോലി. പക്ഷെ എൻ്റെ പുല്ലിന്, അതായത് എൻ്റെ അന്നമാകുന്ന പുല്ലിന് കളയായി ദോഷം വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വാൾ എവിടെ പ്രയോഗിക്കൂ? അരിവാള് അതിൻ്റെ ഇടയിൽ കുത്തു. എൻ്റെ അരിവാൾ എന്തിനാ ഉപയോഗിക്കുക? പുല്ല് വെട്ടാനായിട്ടാണോ കള വെട്ടാനായിട്ടാണോ? മനസ്സിലായില്ലേ? ദേവത എന്തിനാന്ന് ചോദിച്ചാൽ പുല്ലിന്റെ അഭിവൃദ്ധിക്കാണ് ദേവത. ധർമ്മം അതാണ്. അതിന്റെ സൈഡ് മാത്രമാണ് കള. കളയെ പൂജിക്കരുത്. കള വെട്ടാനാണെന്നും പറഞ്ഞ് ദേവിയെ പൂജിക്കരുത്. പുല്ല് വെട്ടാൻ തന്നെയാണ്. പുല്ലിനാണ് ദേവത. മനസ്സിലായി. ഇതിൽ കൂടുതൽ നമുക്ക് ഉദാഹരിക്കാൻ പറ്റില്ല. ഇപ്പോഴും പറയുന്നു വീരത്വം വേണം, എല്ലാം വേണം. എപ്പോന്ന് വെച്ചാൽ നമ്മളുടെ അന്നത്തിന്റെ പരിഭാഗത്തിന് തടസ്സമായി വന്നാൽ നമുക്ക് നേരെ ഭഗവതി എടുത്ത് പറയാം, നേരെ തിരിഞ്ഞുകൊള്ളും. നമുക്കല്ല, ഏത് കാരണത്തിനാണോ അത് തനിയെ തിരിഞ്ഞുകൊള്ളും. തടസ്സത്തിനെതിരെ തിരിഞ്ഞോളും, തനിയെ തിരിഞ്ഞോളും. അതുകൊണ്ടാണ് നാരായണായ നമോ നാരായണ എന്ന് പറയുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിൽ നരസിംഹമായത്, ഇപ്പുറത്തെ സൈഡിൽ നാരായണനുമായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നപൂർണ തന്നെയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീഭദ്ര തന്നെയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി തന്നെയാണ്, പൂർണ്ണ സ്വരൂപത്തിലാണ്. ഈ കാര്യത്തിന് തടസ്സം വരുമ്പോൾ മാത്രമേ ദേവി തിരിയൂ. നമുക്കെതിരെയല്ല, ആ കാരണത്തിനെതിരെ തിരിയൂ. നമുക്കത് ബാധകമല്ല. അതുകൊണ്ട് ധ്യാനം എടുക്കുമ്പോൾ സ്വസ്ഥമായിരിക്കുന്ന
സുഷ്ടുവായിരിക്കുന്ന ധ്യാനത്തെ മനസ്സിലാക്കിക്കൊള്ളും. ക്ലിയർ അല്ലേ? ശരിയാണ്. പർപ്പസാണ് ദേവതയുടെ ധ്യാനം. അതുകൊണ്ട് എല്ലാ ധ്യാനത്തിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്? ഏത് കാര്യത്തിന് എപ്പോഴാണ്? ഇനി യുദ്ധമൂർത്തിയായിട്ട് വരുന്ന എന്തുകൊണ്ടായിരിക്കും? കാരണകാര്യ ബന്ധമുള്ളത് കൊണ്ട്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോ ഏകദേശ ധാരണയല്ലോ? ഏകദേശ ധാരണ. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എടുക്കില്ല. ഇനി ധ്യാനം തൊടില്ല എന്ന് പറയുന്നതാണ് സാധാരണ. ഇതിപ്പോൾ എൻ്റെ FBയിലാണെങ്കിലും കുറേ പേര് ചോദിച്ചു ഏതെങ്കിലും ഒന്നെങ്കിലും എങ്ങനെ എടുക്കാൻ പറ്റുന്നു. എന്തായാലും രവി കൃത്യമായിട്ട് ആ ചോദ്യം ചോദിച്ചതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഇത് വന്നു. അതെ അതെ ശരിയാണ്. ഇനിയൊരു കൺഫ്യൂഷൻ വരുന്ന ഭൂതപ്രേത പിശാച മാതൃസഹിത എന്നുള്ളതാണ്. അത് അടുത്ത പ്രാവശ്യം എടുക്കാം, അല്ലെങ്കിൽ തീരില്ല. സമയം കിട്ടിയാൽ ദേവി നിശ്ചയം ഉണ്ടെങ്കിൽ കാളിമേഘ സമപ്രഭ എന്നുള്ള ധ്യാനത്തില് എത്രയോ ദേവിമാരെ ലഭിച്ചു എന്നുള്ളതാണ്. ബാക്കി അങ്ങ് പറഞ്ഞ ഭൂതപ്രേത പിശാച എന്നുള്ള ആ ഭാഗം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഭൂതം, എന്തുകൊണ്ടാണ് പ്രേതം, എന്താണ് പുറത്ത്, എന്താണ് അകത്തെന്ന് പറയണമെങ്കിലേ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ തന്നെ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇടാറുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ധാരാളമാവും തോന്നുന്നു. കണ്ടോ, 1 മണിക്കൂറിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തേക്ക് നിർത്താം. വേറെ സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, ഫോട്ടോ ഇല്ലെങ്കിൽ അവരുടെ ആ രൂപമല്ല മാറുന്നത്, ഭാവം ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോളുക. ശുദ്ധം എന്നതുകൊണ്ട് ഞാൻ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്ന മാതിരി എന്താ സാത്വികനാവുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. എല്ലാവരും പറയും എല്ലാത്തിനെയും കണ്ട് സാത്വികത്തിലേക്ക് കൊണ്ടുപോകാന്ന്. ദേവത എല്ലാ ഭാവത്തിലും ഉണ്ട്. ആവശ്യമാണ് രൂപത്തെ മാറ്റുന്നത്. ക്ലിയർ ആയില്ലേ? അതുകൊണ്ട് എല്ലാ ഭയങ്കരമായിരിക്കുന്ന ശത്രുസംഹാര മൂർത്തിയായിരിക്കുന്ന കാളിയെ കൊണ്ടേ സാത്വികമാക്കി എന്ന് പറയരുത്. അങ്ങനെയല്ല, ഈ ദേവത എല്ലാ ഭാവത്തിലും നിൽക്കുന്നത് തന്നെയാണ്. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ദേവതയുടെ സ്വരൂപം മാറുക. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ് സാത്വികനാക്കി. സാത്വികമല്ല, സത്വരജസ്തമോ ഗുണങ്ങൾ ആവശ്യങ്ങൾക്കെല്ലാം സൃഷ്ടി മൂലമാകുമ്പോൾ ഇല്ലെങ്കിൽ സംഹാരം പോകുമ്പോൾ സ്ഥിതിരൂപമാകുമ്പോൾ ദേവി പരപരം വിധാനത്തിലേക്ക് വരും. സംഹാരിണിയും അവൾ തന്നെയാണ്, സ്ഥിതിരൂപിണിയും അവൾ തന്നെയാണ്, സൃഷ്ടിരൂപിണിയും അതേ ഭഗവതി തന്നെയാണ്. മൂലം മാറുന്നതനുസരിച്ചിട്ട് വ്യത്യസ്ത നാമങ്ങളിലൂടെ നമ്മളുടെ ഗുണഗണങ്ങളെയാണ് യോജിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതെ, നമ്മുടെ മേഘത്തിന്റെ പല ക്വാളിറ്റീസ് പറഞ്ഞ പോലെ അതേമാതിരി തന്നെ. അത് തന്നെ, അത്രേ ഉള്ളൂ. എപ്പോഴും പ്രകൃതിയിൽ നമ്മളുടെ മുമ്പിലുള്ള സാധനത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് ദേവതയെ മനസ്സിലാക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ മിസ് ചെയ്യുന്നത് അത് തന്നെയാണ്. മേഘസമപ്രഭ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ചിന്തിക്കണ്ടേ മേഘത്തിന് സമമായിരിക്കുന്ന എന്തോ ഒരു ഗുണമാണെന്ന്. ചിന്തിച്ചില്ല, അതാണ് നമ്മുടെ പ്രശ്നം. നോക്കൂ, ഞാനൊരാളെ ഇന്ന ആൾക്ക് സമമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറാണോ? അല്ല, കറക്റ്റ് ഗുണമല്ലേ? എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ചിന്തിച്ചില്ല. അതുകൊണ്ടാണല്ലോ 1.5 മണിക്കൂർ നമ്മൾ സംസാരിക്കേണ്ടി വന്നേ. അപ്പൊ എന്തായാലും നോക്കാം. ഇനി അടുത്ത എപ്പോഴെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമുക്ക് അന്വേഷിച്ച് നോക്കാം. അപ്പൊ അങ്ങനെയാണ്. നമോ നാരായണ. നമസ്കാരം. നമസ്തേ. നമസ്കാരം.